കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് ഞാൻ ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് മരണവും മരണാനന്തര ജീവിതത്തെയും പറ്റിയുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് മരണം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന ഏത് മനുഷ്യനും ലോകത്തിൽ നിന്നും മരണം വഴി മാറ്റപ്പെടണമെന്നുള്ളത് പ്രപഞ്ച സത്യമാണ് എന്ന് നമുക്കറിയാം. മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ശരീരത്തിൽ നിന്നും ആത്മാവിൻ്റെ വേർപാടിനെയാണ് മരണം എന്ന് പറയുന്നത്. യഹോവയായ ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മരണമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ജീവശ്വാസം അല്ലെങ്കിൽ ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കലേക്കും ഭൂമിയിൽ നിന്നെടുത്തിട്ടുള്ള പദാർത്ഥമയമായ വസ്തു ഭൂമിയിലേക്കും വേർപിരിയുന്ന പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരാണ് മരണം എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ശ്വാസം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് അതിന് മരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ ശവസംസ്കാര ശുശ്രൂഷയുടെ പുരുഷന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷയിലെ ലുത്തിനിയായിലെ ഒരു പ്രാർത്ഥനയുണ്ട്. മരണത്തിൻ്റെ ഗതി കാലിൻ്റെ പെരുവിരലിൽ തുടങ്ങി തല വരെ എത്തുന്നതിനിടയ്ക്ക് അവൻ്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണം. മരണത്തിൻ്റെ ഗതി കാലിൻ്റെ പെരുവിരലിൽ തുടങ്ങി തല വരെ എത്തുന്നതിനിടയ്ക്ക് അവൻ്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണം. അതായത് മരണത്തിൻ്റെ ഗതി ആരംഭിക്കുന്നത് കാലിൻ്റെ പെരുവിരലിൽ നിന്നാണ്. അത് ക്രമേണ ഉയർന്നുയർന്നു വന്ന് മൂക്കിൽ കൂടി ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ മരണം സംഭവിക്കുകയാണ്. അപ്പം ദൈവം മനുഷ്യന് ശ്വാസം കൊടുത്തത് മൂക്കിൽ കൂടിയാണ്. ഈ മൂക്കിൽ കൂടി തന്നെ ദൈവത്തിൽ നിന്ന് വന്ന ശ്വാസം അല്ലെങ്കിൽ ആത്മാവ് റൂഹ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരികെ പോകുകയും ഈ മൺമയമായ പദാർത്ഥമയമായ വസ്തു ഭൂമിയിലേക്ക് വേർപെടുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരാണ് മരണം എന്ന് പറയുന്നത്. മരണം എന്ന് പറയുമ്പോൾ മറ്റ് ഒരു വിധത്തിൽ നമ്മൾ പറഞ്ഞാൽ, ഈ ഭൂമിയിൽ നമ്മൾ പരദേശവാസികളാണ്. നമ്മുടെ യഥാർത്ഥ വാസസ്ഥലം ഇവിടെയല്ല. നമ്മുടെ യഥാർത്ഥ വാസസ്ഥലത്തിലേക്ക് പോകുവാൻ മരണമെന്ന ഒരു പ്രക്രിയ സംഭവിക്കണം. മരണമെന്ന ആ പ്രക്രിയ സംഭവിച്ചാൽ മാത്രമേ നമ്മുടെ യഥാർത്ഥ വാസസ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥ വാസസ്ഥലങ്ങളിലേക്ക് പോകുവാനുള്ള ആ പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരാണ് മരണമെന്ന് പറയുന്നത്. ഒരിക്കലൊരു കുട്ടിക്ക് മാരകമായ രോഗം പിടിപെട്ടു. ഈ കുട്ടി ധാരാളം ചികിത്സയ്ക്ക് വിധേയനായി. തൻ്റെ അമ്മയോട് ഈ കുട്ടി ചോദിച്ചു, മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കുട്ടിയുടെ അമ്മ ഇപ്രകാരം പറഞ്ഞു, മോന് വീട്ടിൽ കിടന്ന് കളിക്കും, കളിച്ചതിന് ശേഷം വളരെയധികം ക്ഷീണിച്ച് മോൻ വീട്ടിൽ വന്ന് കിടക്കുന്നത് മോൻ്റെ കട്ടിലേലല്ലായിരിക്കും, പപ്പായുടെ കട്ടിലേൽ കയറി ക്ഷീണിച്ച് കിടന്നുറങ്ങും. എന്നാൽ പപ്പായൊക്കെ ഉറങ്ങാൻ വരുമ്പം മോൻ്റെ യഥാർത്ഥ മുറിയിൽ യഥാർത്ഥ കട്ടിലിൽ മോനെ കൊണ്ട് കിടത്തും. ഇതുപോലെയാണ് മരണം. നമ്മുടെ യഥാർത്ഥ വാസസ്ഥലമല്ല ഭൂമി. നമ്മുടെ യഥാർത്ഥ വാസസ്ഥലത്തിലേക്ക് നമ്മളെ കൊണ്ട് കിടത്തുന്ന, നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് മരണം എന്ന് പറയുന്നത്. മരണം ദൈവത്തിൻ്റെ അടുക്കലേക്കുള്ള ഒരു വാങ്ങിപ്പോക്കാണ്. യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന് മരിക്കാൻ വലിയ ആഗ്രഹമില്ല. എന്നും ജീവിക്കണമെന്നാണ് മനുഷ്യൻ്റെ ആഗ്രഹം. അത് പുരാതന സംസ്കാരങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നെന്നും മനുഷ്യന് ജീവിക്കണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ
ഒരാഗ്രഹമുണ്ട്. പക്ഷേ ഈ ആഗ്രഹം നമുക്ക് സഫലീകരിച്ചു തരുന്നത് യേശുവാണ്. യേശു ഇപ്രകാരം പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മരിക്കാൻ സാധിക്കുകയില്ല. ശീതീകരണ സമ്പ്രദായം ഇപ്പോൾ ഉണ്ടല്ലോ. ഈ ശീതീകരണ സമ്പ്രദായത്തിൽ മൃതശരീരങ്ങൾ വളരെ കാലം സൂക്ഷിച്ചു വെക്കണമെന്ന് ഇന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലെയും അമേരിക്കൻ ഐക്യനാടുകളിലുള്ള വലിയ സമ്പന്നന്മാർ ഒരു വിൽപ്പത്രം എഴുതി വെക്കുമെന്നാണ് പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ മൃതശരീരം ദീർഘകാലം മോർച്ചറിയിൽ സൂക്ഷിച്ചു വെക്കണം. അതിൻ്റെ കാരണം എന്നെങ്കിലും ഒരിക്കൽ വൈദ്യശാസ്ത്രം വികസിച്ച് മരിച്ച ശരീരത്തിലേക്ക് ജീവൻ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുകയാണ്. അപ്പം എന്നെന്നും മനുഷ്യന് ജീവിക്കണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇപ്രകാരം അവർ ചെയ്യുന്നത്. നമുക്കറിയാം, ഭാരതീയ സംസ്കാരം പരിശോധിച്ചാൽ മരണാനന്തര ജീവിതത്തെപ്പറ്റി ധാരാളം ചിന്തകളുണ്ട്. കഠോ ഉപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട്. ആ ഉപനിഷത്തിൽ നചികേതസ് എന്ന് പറഞ്ഞ ഒരാളിനെ പറ്റിയുള്ള കഥയുണ്ട്. നചികേതസിൻ്റെ പിതാവ് ഒരിക്കൽ വലിയൊരു യാഗം നടത്തി തനിക്ക് സ്വർഗപ്രാപ്തി കിട്ടാൻ വേണ്ടി, മോക്ഷം കിട്ടാൻ വേണ്ടി. അപ്പം ആ യാഗം നടത്തിയപ്പോൾ പോലും അദ്ദേഹം പശുക്കളെ ദാനം ചെയ്തു. നല്ല പശുക്കളെ ഒന്നും ദാനം ചെയ്യുന്നില്ല എന്ന് കണ്ട് നചികേതസ് തൻ്റെ പിതാവിനോട് ഇപ്രകാരം ചോദിച്ചു, അങ്ങനെ ആർക്കാണ് ദാനം കൊടുക്കുന്നത്? കൂടെയുള്ള ചോദ്യം കേട്ടിട്ട് ഈ പിതാവിന് ദേഷ്യം വന്നിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു, നിന്നെ ഞാൻ മരണത്തിന് കൊടുക്കാൻ പോവാം. അപ്പൻ്റെ വാക്കുകൾ ശിരസ വഹിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ മരണത്തിൻ്റെ ദേവനായി യമൻ്റെ കൊട്ടാരത്തിൽ പോയെന്നാണ് പറയുന്നത്. യമൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ യമൻ അവിടെ ഇല്ലായിരുന്നു. യമൻ 3 ദിവസം കഴിഞ്ഞ് അവിടെ വരുന്നത്. തൻ്റെ അതിഥിയെ സ്വീകരിക്കാൻ കഴിയാഞ്ഞതിൽ ദുഃഖിതനായി യമൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് ഞാൻ 3 വരം തരാം, ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ. 1-ാമത്തെ വരം ഇദ്ദേഹം ചോദിച്ച്, എൻ്റെ അപ്പൻ്റെ കോപത്തിൽ നിന്നും വിടുതൽ കൊടുക്കണം. 2, സ്വർഗം പ്രാപിക്കാൻ വേണ്ടി യാഗാഗ്നി എന്ന് പറയുന്ന ഒരു യാഗമുണ്ടല്ലോ, അത് അങ്ങനെയാണ് സ്വർഗം പ്രാപിക്കാൻ ഒക്കുന്നത്, അതും ശരിയാണെന്ന് പറയുന്നു. 3-ാമത് ചോദിച്ച വരം നിത്യജീവനെ പറ്റിയാണ്. മരണത്തിന് ശേഷം ഒരു ജീവനുണ്ടോ? നിത്യജീവനുണ്ടോ? മരണത്തിന് അത്ര പെട്ടെന്ന് മറുപടി പറയാൻ പറ്റുന്ന ഒരു വിഷയമല്ല. കാരണം മരണത്തിൻ്റെ എതിരാണ് നിത്യജീവൻ. അതുകൊണ്ട് അദ്ദേഹം മറുപടി പറയാൻ ആഗ്രഹിച്ചില്ല. അല്ല, പിന്നീട് പറയുന്നത്, ഈ നചികേതസിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ സ്വർണം തരാം, കുതിര തരാം, രഥങ്ങൾ തരാം, സാമ്രാജ്യങ്ങൾ തരാം, പക്ഷേ ഈ ഒരു കാര്യം മാത്രം എന്നോട് ചോദിക്കരുത്. പക്ഷേ ഇദ്ദേഹം വളരെയധികം വാശി പിടിച്ചു. ഇതൊന്നും എനിക്ക് വലിയ കാര്യമല്ല, ഇതൊക്കെ നിലനിൽക്കുന്നതല്ല, നിലനിൽക്കുന്നത് നിത്യജീവനാണ്, അതെനിക്ക് തരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പുരാണങ്ങളിലാണെങ്കിലും ഭാരതീയ സംസ്കാരങ്ങളിലാണെങ്കിലും ഒക്കെ എന്നെന്നും ജീവിക്കണമെന്നുള്ള ഒരാഗ്രഹം മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നമുക്കറിയാം, ഈജിപ്ഷ്യൻ സംസ്കാരത്തിലേക്ക് പോകുമ്പോൾ പിരമിഡുകൾ ധാരാളമുണ്ട്. ഫറവോന്മാരുടെയും വലിയ പ്രഭുക്കന്മാരുടെയും ഒക്കെ മൃതശരീരം സുഗന്ധദ്രവ്യങ്ങൾ പൂശി ദീർഘകാലം സൂക്ഷിച്ചു വെക്കും. അതിൻ്റെ പുറകിലുള്ള വിചാരം എന്താണ്? എന്നും ഇങ്ങനെ ഇരിക്കണം. ബൃഹദാരണ്യക ഉപനിഷത്തിലെ ഒരു വലിയ ശ്ലോകം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായൊരു ശ്ലോകമാണ്, മൃത്യോർമ്മ അമൃതം ഗമയ. അവരുടെ വലിയൊരു പ്രാർത്ഥനയാണ്, മൃത്യുവിൽ നിന്നും എന്നെ അമരത്വത്തിലേക്ക്, നിത്യജീവനിലേക്ക് നയിക്കണമേ. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകമുണ്ടായിട്ടുള്ളതിൽ എല്ലാ സംസ്കാരങ്ങളിലും മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെ പറ്റി ചിന്തയുണ്ടായിരുന്നു. എന്നെന്നും ജീവിക്കണമെന്ന് മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ടായിരുന്നു. യേശു നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാവോ? നിനക്കെന്നും ജീവിക്കാം, എങ്ങനെയാണെങ്കിലും എന്നിൽ വിശ്വസിച്ചാൽ. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും മരണമില്ല എന്നാണ് പറയുന്നത്. മരണത്തിൽ കൂടി ശരീരത്തിന് നാശമുണ്ടായാലും ആത്മാവ് ജീവനോടിരിക്കുന്നു. അപ്പം ദൈവത്തിൽ നിന്ന് വരുന്ന ഒന്നിനും തന്നെ മരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവം കൊടുത്ത ആത്മാവിന് എന്നും ജീവനുണ്ട് എന്നുള്ളതാണ്. ഈ അടുത്തിടെ നടന്ന ചില സ്റ്റഡീസിൽ പറയുന്നത്, ആത്മാവിന്
ചില പ്രത്യേകതകളുണ്ട്. ആത്മാവിന് മരണമില്ല, എന്നാൽ അല്പം ഭാരമുണ്ടെന്ന് ഈയിടെ അടുത്തിടെ ഒരു കണ്ടുപിടുത്തം നടന്നിരിക്കുകയാണ്. ശരി, അത്രമാത്രം ശരിയാണെന്ന് ഞാൻ പുസ്തകങ്ങളിൽ വായിച്ചതാണ്. ആത്മാവിന് പ്രത്യേകമായൊരു ഭാരമുണ്ടെന്നാണ് പറയുന്നത്. ഡോക്ടർ ഡങ്കൻ മക്ഡോഗൻ എന്ന് പറയുന്ന ഒരാൾ കണ്ടുപിടുത്തം നടത്തിയതാണ്. അദ്ദേഹം ധാരാളം രോഗികളെ മരണസമയത്ത് അവരെ നിരീക്ഷിച്ചു. ആദ്യം അവരുടെ തൂക്കമെടുത്തു, മരിച്ച് കിടക്കുന്ന ഉടനെ തൂക്കമെടുത്തു, തമ്മിൽ വ്യത്യാസം കണ്ടു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആത്മാവിന് അല്പം ഭാരമുണ്ട്. നമുക്കറിയാം, ശരീരത്തെക്കാൾ സൂക്ഷ്മമാണ് മനസ്സ്, മനസ്സിനേക്കാൾ സൂക്ഷ്മമാണ് ആത്മാവ്. ശരീരത്തിന് നമുക്ക് കണ്ടാൽ മനസ്സിലാകും, മനസ്സിനെ അത്ര പെട്ടെന്ന് നമുക്ക് കാണാൻ ഒക്കത്തില്ല. മനസ്സിനേക്കാൾ വളരെ സൂക്ഷ്മമാണ് ആത്മാവെന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ ഈ മറ്റ് പ്രശസ്തനായ ഒരു മനുഷ്യൻ മറ്റൊരു പരീക്ഷണം നടത്തി. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ വാട്ടേഴ്സ് എന്നാണ്. അദ്ദേഹം ഒരു ഉപകരണം ഉപയോഗിച്ച്, വിൽസൺ ക്ലൗഡ് ചേംബർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ച് മരണസമയത്ത് ജീവികളുടെ ശരീരത്തിൽ ഒരു പരീക്ഷണം നടത്തി. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായേ, മരണശരീര സമയത്ത് ജീവികളുടെ ശരീരത്തിൽ നിന്നും അതിൻ്റെ ബാഹ്യ ആകൃതിക്ക് തുല്യമായ ഒരു വാതകം, ഒരു ലെയർ മുന്നോട്ട് പെട്ടെന്ന് പുറത്തോട്ട് വരുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ പരിശുദ്ധന്മാരെ പറ്റി കേട്ടിട്ടുണ്ട്. പരിശുദ്ധന്മാരൊക്കെ മരണസമയത്ത് അവരിൽ നിന്ന് വലിയൊരു അഗ്നി മുകളിലേക്ക് ഉയരും. അപ്പം യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യൻ്റെയും ശരീരത്തിന് ചുറ്റും ഒരു പ്രത്യേക ആവരണമുണ്ട്. കിർലിയൻ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ചിട്ടുണ്ട്. കിർലിയൻ ഫോട്ടോഗ്രാഫി. അതുപയോഗിച്ച് ഒരു ശരീരത്തിൻ്റെ ഫോട്ടോ എടുത്താൽ ആ ശരീരത്തിന് ചുറ്റുമുള്ള പ്രത്യേകമായ ആവരണം കാണാമെന്നാണ് പറയുന്നത്. എന്നിത് പറഞ്ഞു വരുന്നത്, ആത്മാവിന് മരണമില്ല, ശരീരത്തിന് മരണമുണ്ട്. അപ്പം മരണമെന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. നമുക്കറിയാം, ആദമിനോട് യഹോവയായ ദൈവം ഇപ്രകാരം കൽപ്പിച്ചു എന്ന് നമുക്കറിയാം. തോട്ടത്തിന് അടുക്കുന്ന നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷേ ആദം അത് പറിച്ചു തിന്നു. മരിച്ചായിരുന്നോ? മരിച്ചില്ല. പക്ഷെ മരിച്ചോ? മരിച്ചു. മരിച്ചില്ല. മരിച്ചോ എന്ന് ചോദിച്ചാൽ മരിച്ചു, മരിച്ചില്ലെന്ന് ചോദിച്ചാൽ മരിച്ചില്ല. എന്ന് പറഞ്ഞാൽ ആദം ആത്മീകമായി മരിച്ചു, ശാരീരികമായി മരിച്ചില്ല. അപ്പം മരണമെന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പാപമരണം, രണ്ട് ശാരീരിക മരണം. അപ്പം പാപമരണം ദൈവത്തിൽ നിന്ന് അകലുന്നതാണ്. ശാരീരിക മരണം ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന ഏത് മനുഷ്യനും മരിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മരിക്കാൻ ആർക്കും മനസ്സില്ലെന്നുള്ളതാണ്. പക്ഷെ പാപത്തിൽ നമ്മളെല്ലാം മരിക്കുകയാണ്. 100 വയസ്സുള്ള അപ്പച്ചൻ തൻ്റെ കൊച്ചു പേരക്കുട്ടികളെ നോക്കിയിട്ട് പറയും, ഇവൻ്റെ കാലശേഷം എന്നെ ആര് നോക്കും എന്ന് പറഞ്ഞാൽ 100 വയസ്സുള്ള അപ്പച്ചന് പോലും മരിക്കാൻ താല്പര്യമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ മരണം നമുക്കെല്ലാവർക്കും അഭിമുഖീകരിക്കേണ്ട ഒരു വലിയ പ്രശ്നമാണ്. പക്ഷേ ആത്മീകമായി നമ്മൾ മരിക്കാൻ പാടില്ല. അപ്പോൾ രണ്ട് തരത്തിലുള്ള മരണമുണ്ട്, ആത്മീക മരണവും ശാരീരിക മരണവും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിലാണ്, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ തിന്നുന്ന നാളിൽ മരിക്കും. പക്ഷേ ആദം പിന്നീട് 900 വർഷം കൂടെ ജീവിച്ചിരുന്നാണ് പറയുന്നത്. ആ പാപം ചെയ്തതിനു ശേഷം ആദം 900 വർഷം കൂടി ജീവിച്ചിരുന്നു. പിതാവിൻ്റെ കയ്യിൽ നിന്ന് സ്വത്തെല്ലാം മേടിച്ച് ദൂരദേശത്തേക്ക് പോയ ഇളയ പുത്രനെ പറ്റി പിതാവ് എന്താ പറഞ്ഞത്? തിരിച്ചു വന്നപ്പോൾ മരിച്ചവനായിരുന്നു എന്നാ പറഞ്ഞത്. പക്ഷെ മരിച്ചത് എന്തോ മരണം? അത് ശാരീരിക മരണമല്ല, ഇവൻ മരിച്ചവനായിരുന്നു എന്ന് പറഞ്ഞാൽ ആത്മീകമായി ഇവൻ മരിച്ചവനായിരുന്നു എന്ന് പറഞ്ഞാൽ പിതാവിൽ നിന്നും അകന്നു. ആദമും ഹവ്വായും മരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നകന്നു. ഇളയപുത്രൻ മരിച്ചു എന്ന് പറഞ്ഞാൽ പിതാവിൽ നിന്നും അകന്നു. യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനാണ്. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനാണ്.
ജീവനില്ലേ നമുക്ക്? എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനില്ല, അതുകൊണ്ടാണ് യേശു വന്നത്. ഈ ലോകത്തിൽ ജീവനോടിരിക്കുന്നവരോട് യേശു പറഞ്ഞത് എന്ത്? ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനാണ്. യഥാർത്ഥമായി ജീവൻ തരാനാണ് യേശു വന്നത്. മരണം, പാപമരണത്തിൽ കൂടിയാണ് മനുഷ്യൻ പോകുന്നത്. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. വെളിപാട് പുസ്തകത്തിൽ പറയുന്നതാണ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അപ്പം ജീവനുണ്ട്, പക്ഷേ നമ്മൾ മരിച്ചതിന് തുല്യമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ജീവിപ്പിച്ചു. അപ്പം എങ്ങനെയാ മരിക്കുന്നത്? പാപത്തിൽ മരിക്കുക. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ജീവിപ്പിച്ചു. പാപത്തിലുള്ള മരണം. എസെക്കിയേലിന്റെ പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യം, പാപം ചെയ്യുന്ന ആത്മാവ് മരിക്കും. പാപം ചെയ്യുന്ന ആത്മാവ് മരിക്കും എന്നാ പറയുന്നത്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. അപ്പം പാപം മുഴുത്തിട്ടാണ് മരണം ഉണ്ടാകുന്നത്, പാപത്തിൻ്റെ ഫലമായ മരണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എവിടെ നിന്ന് എഴുന്നേൽക്കാനാണ് പറഞ്ഞേ? മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഉറങ്ങുന്നവൻ എന്നിവിടെ എന്താ അർത്ഥം? പാപത്തിൽ ഉറങ്ങുന്നവൻ. പാപത്തിൽ ഉറങ്ങുന്നവൻ മരിച്ചവനെ പോലെയാണ്. അതുകൊണ്ട് നീ എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അപ്പം ഇതെല്ലാം പാപമരണത്തെ പറ്റി ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പം 2 തരത്തിലുള്ള മരണമുണ്ട്. പാപത്തിലുള്ള മരണം, ആത്മീക മരണം. അപ്പം ആത്മീക മരണവും പാപത്തിലുള്ള മരണവും ഒന്നാണ്. മറ്റൊന്ന് ശാരീരിക മരണം. പാപത്തിൽ മരിച്ചാൽ ആത്മീകമായ മരണമുണ്ടാകും. എന്നാൽ ശാരീരികമായ മരണം മൂലം നമ്മൾ മരിക്കുകയില്ല. ആത്മാവിനൊരിക്കലും മരണമുണ്ടാകരുത്. എങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് മരണമില്ല. അതാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 51-ാം വാക്യത്തിൽ പറയുകയാണ്, ആർക്ക് മരണമില്ല? എൻ്റെ വചനം ആചരിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഇതുവരെ നമ്മൾ പറഞ്ഞത് ആത്മീക മരണത്തെ പറ്റിയാണ്. ആത്മീക മരണം പാപത്തിലുള്ള മരണമാണ്, എന്നാൽ ശാരീരിക മരണമല്ല. ഇവിടെയും പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ വചനം ആചരിക്കുന്നവൻ ഒരിക്കലും മരിക്കത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. മരിച്ചാലും ജീവിക്കുമെന്നൊരിടത്ത് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ്, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. അപ്പോൾ മരണമേ ഇല്ല. നമുക്ക് മരണമില്ല. ഒരു ക്രിസ്തീയ വിശ്വാസിയാണെങ്കിൽ അവർക്ക് മരണമില്ല. ശാരീരികമായി മരിക്കും, പക്ഷെ ആത്മീകമായി ഒരിക്കലും മരിക്കുകയില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ. അപ്പം ദൈവത്തിൻ്റെ വചനമാചരിക്കുന്നവന് മരിക്കാൻ സാധിക്കത്തില്ല. ജീവിച്ചിരുന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മരിക്കാൻ സാധിക്കുകയില്ല. യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്ന ദൈവം മരിച്ചവരുടെ ദൈവമല്ല. നമുക്കറിയാം, ലൂക്കോസിന്റെ വിശേഷം 20-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, അത് ജീവനുള്ളവരുടെ ദൈവമാകുന്നു, എല്ലാവരും അവനായിട്ട് ജീവിച്ചിരിക്കുന്നു. നമുക്കറിയാം, സാദൂക്യര് യേശുവിനോട് പരീക്ഷണാർത്ഥം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറയുന്ന ഒരു ഭാഗമാണിത്. യേശുവിൻ്റെ അടുക്കൽ സാദൂക്യർക്ക് പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ലാത്തവരാണ്. പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ലാത്ത സാദൂക്യര് യേശുവിനെ പരീക്ഷിച്ചു കൊണ്ടൊരു ചോദ്യം ചോദിച്ചു. അറിയാം സംഭവം, ഞാൻ ആ സംഭവത്തിലേക്ക് കടക്കുന്നില്ല. അതിൻ്റെ മറുപടിയായിട്ട് യേശു പറയുന്നത് ഇപ്രകാരമാണ്. ലൂക്കോസിന് ശേഷം 20-ാം അധ്യായം 35-ാമത്തെ വാക്യം, ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും
യോഗ്യരായവർ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, അവർക്കിനി മരിക്കാനും കഴിയുകയില്ല. അവർക്കിനി മരിക്കാൻ കഴിയുകയില്ല. ദൈവം ജീവനുള്ളവരുടെ ദൈവമാണ്. അതിനുശേഷം അത് അവിടെ പറയുന്നുണ്ട്, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. അബ്രഹാമും ഒക്കെ മരിച്ചവരില്ലേ? പക്ഷെ അബ്രഹാം മരിച്ചിട്ടില്ലെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കാരണം യഹോവ ആരുടെ ദൈവമാണ്? ജീവനുള്ളവരുടെ ദൈവമാണ്. ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബും ഒക്കെ ഇപ്പോഴും വിശ്വാസത്തിൽ ജീവിക്കുന്നു. നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ വിശ്വാസി വീരന്മാരുടെ പട്ടികയല്ലേ നിരത്തി വെക്കുന്നത്. അവരെല്ലാം വിശ്വാസത്തിൽ ജീവിക്കുന്നെന്നാണ് പറയുന്നത്. യേശുക്രിസ്തു തന്നെ പറഞ്ഞല്ലോ, കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും അനേകർ വന്ന് അബ്രഹാമിൻ്റെ കൂടെ പന്തിക്കിരിക്കും. അപ്പോൾ അബ്രഹാം എവിടേക്കാ പോയിരിക്കുന്നത്? സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കുമെന്നാണ് പറഞ്ഞത്. പന്തിക്കിരിക്കും, സ്വർഗരാജ്യത്തിൽ പന്തിക്ക് ഇരിക്കും. നമ്മളുടെ ഇപ്പോൾ ആത്മീകമായി വാങ്ങിപ്പോയിരിക്കുന്നവർ ക്രിസ്തുവേശുവിൽ സജീവരായി പറുദീസയുടെ അനുഭവത്തിലാണ് വസിക്കുന്നത്. അപ്പോൾ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബും ഒക്കെ പറുദീസയുടെ അനുഭവത്തിലാണ്. അവർ സജീവരായി ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ മരിച്ചവരുടെ ദൈവമല്ല, യഹോവ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 56-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ടു സന്തോഷിച്ചുമിരിക്കുന്നു. അപ്പോൾ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്ന് മനസ്സിലാക്കിയിട്ടും അത് കണ്ടിരിക്കുന്നു, കണ്ടിട്ട് ആനന്ദിച്ചിരിക്കുന്നു. അബ്രഹാം മരിച്ചുപോയ ആളല്ലേ? മരിച്ചുപോയവർക്ക് ആനന്ദമുണ്ടാകൂ? അബ്രഹാം എന്ത് ചെയ്യുന്ന പറഞ്ഞ്? എൻ്റെ ദിവസം കാണും. നിങ്ങളുടെ പിതാവായ അബ്രഹാം, ഇത് യേശു പറഞ്ഞ കാര്യമാണ്. യേശു പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും. എന്നിട്ട് പറഞ്ഞെന്താണ്? അവൻ കണ്ടു. ആരാ കണ്ടത്? യേശുവിനെ വളരെ വർഷങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന അബ്രഹാം യേശുവിൻ്റെ ദിവസം കണ്ടു. അത് കണ്ടിട്ട് ആനന്ദിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അബ്രഹാം മരിച്ചെന്ന് നമുക്ക് പറയാൻ ഒക്കും? അപ്പം ആത്മീകമായി മരിക്കാൻ സാധിക്കത്തില്ലെന്നുള്ള ഞാൻ പറയുന്നത്. ആത്മാവിന് മരണമില്ല. യേശുക്രിസ്തുവിനോടൊപ്പം വസിക്കണമെന്നാണ് പരിശുദ്ധനായ പൗലോസ്ലീഹയൊക്കെ ആഗ്രഹിക്കുന്നത്. എങ്ങനെ വസിക്കുന്നത്? ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോഴും യേശുവിനോടൊപ്പം തന്നെ. പക്ഷേ ശരീരം വിട്ടാൽ അതിനേക്കാൾ കൂടുതലായിട്ട് യേശുവിനോടൊപ്പം വസിക്കാമെന്നാണ്, കൂടെ ജീവിക്കാമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. 2 കൊരിന്ത്യർ 5:8. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. ശരീരം വിട്ട് കർത്താവിനോട് വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ശരീരത്തോട് ഇരിക്കാനല്ല, ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകാൻ അഭിവാഞ്ചിക്കുന്നു. അപ്പം ശരീരം വിട്ടാലും എന്ത് ചെയ്യാം? യേശുവിനെ, ദൈവത്തെ പ്രസാദിപ്പിക്കാം. പൗലോസ്ലീഹയുടെ ഏറ്റവും വലിയ വാഞ്ച എന്ന് പറയുന്നത് ശരീരം വിട്ട് ദൈവത്തോട് ആകണമെന്നാണ്. പക്ഷേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ശരീരത്തിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ ശരീരത്തോടിരുന്നാലും ശരീരം വിട്ടാലും ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാൻ ഒക്കും. അപ്പം വാങ്ങിപ്പോയവർക്ക് യേശുവിനെ പ്രസാദിപ്പിക്കാൻ ഒക്കും. പ്രസാദിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? മൃതമായി കിടക്കുന്നത് എന്തിനെങ്കിലും പ്രസാദിപ്പിക്കാൻ ഒക്കുമോ? ചലനശേഷി ഉണ്ടെങ്കിൽ മാത്രമേ ഒക്കുകയുള്ളൂ. അതുകൊണ്ട് ആത്മീകമായി ജീവനോടിരിക്കുന്നത് കൊണ്ടാണ് പ്രസാദിപ്പിക്കാൻ ഒക്കുന്നതും സന്തോഷിപ്പിക്കാൻ ഒക്കുന്നതും. വീണ്ടും അദ്ദേഹം പറയുന്നു, 2 കൊരിന്ത്യർ 5:6 വാക്യം, ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന്
ശരീരത്തിൽ വസിക്കുമ്പോൾ കർത്താവിനോടകന്ന് പരദേശികളാണ്. ശരീരം വിട്ടാലാണ് കൂടുതൽ എടുക്കുന്നത്. ശരീരത്തോടിരിക്കുമ്പോൾ യേശുവിൽ നിന്നും അല്പം അകന്നാണ് നിൽക്കുന്നത്. ശരീരം വിട്ടാലോ കർത്താവിനോട് ഏറ്റവും അടുത്ത് നിൽക്കാം. യേശുക്രിസ്തു പറഞ്ഞല്ലോ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ഈ ലോകത്തിൽ നിന്നുള്ള മാറ്റത്തെപ്പറ്റി ഉള്ള ഒരു സൂചനയാണ്. അപ്പം അത് പറഞ്ഞു, ഞാൻ പോകുന്ന എന്തിനാ? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അപ്പം പിതാവിൻ്റെ ഭവനത്തിൽ നിരവധി വാസസ്ഥലങ്ങളുണ്ട്. ശരീരം വിട്ടുകഴിഞ്ഞാൽ ആ വാസസ്ഥലത്ത് താമസിക്കുമ്പോൾ യേശുവിനോട് കൂടുതൽ അടുത്താണ് താമസിക്കുന്നത്. അപ്പം ശരീരം വിട്ടാൽ യേശുവിനോട് കൂടുതൽ ചേർന്ന്, അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തുവിലുള്ള പരേതർ എവിടെയാണ് എന്ന് പറയുമ്പോൾ പൗലോസ്ലീഹ പറയുന്നത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. മരണം ലാഭമാണ്. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം വലിയ ലാഭമാണ്. കാരണം എന്താ? മുമ്പേ പറഞ്ഞു, യേശുവിനോട് കൂടുതൽ ചേർന്ന് ജീവിക്കാം. ശരീരത്തോടിരുന്നാൽ അല്പം അകന്നിരിക്കേണ്ടി വരും. പക്ഷെ ശരീരം വിട്ടാൽ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാം. അതുകൊണ്ട് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം വലിയ ലാഭമാണ്. പക്ഷെ എങ്ങനെ ആയിരിക്കണം? ജീവിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. അതാ പറഞ്ഞേ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ജീവിച്ചപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ മരണം വലിയൊരു ലാഭമാണ്. അപ്പം മരണം ഒരു ലാഭമാണ്. കാരണം ശരീരം വിട്ടാൽ യേശുവിനോട് കൂടുതൽ ചേർന്ന് നിന്ന് ക്രിസ്തുവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മരണം വഴി നമുക്ക് ഇവിടുന്ന് പോകാൻ ഭയങ്കര മടിയാണ്. കാരണം എന്താ? നമുക്ക് തോന്നുന്ന മരണം വലിയ നഷ്ടമാണെന്നാണ്. അതാ കാര്യം. മരണത്തെ നമ്മൾ കാണുന്നത് വലിയൊരു നഷ്ടമായിട്ടാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മരണം വഴി പോകാൻ നമുക്ക് മടിയാണ്. മരണത്തെപ്പറ്റി പറയുമ്പോൾ ഒരു കുട്ടി ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ആ കുട്ടിക്ക് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് വരാൻ ഭയങ്കര മടിയാണ്. കാരണം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും സുഖകരമായ വാസത്തിനുള്ള സ്ഥലം. കാരണം അമ്മയിൽ നിന്നെല്ലാം കിട്ടും, അവിടെ സുഖമായി താമസിക്കാം. അതുകൊണ്ട് അവിടുന്ന് പുറത്തോട്ട് വരാൻ ഈ കുട്ടിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് വളരെയധികം വേദനാജനകമായി കുട്ടി പുറത്തോട്ട് വരുന്നത്. കാരണം അത് ഇങ്ങോട്ട് വരാൻ ഭയങ്കര മടിയാണ്, അതിനാഗ്രഹമില്ല പുറത്തേക്ക് വരാൻ. പക്ഷെ പുറത്തേക്ക് വന്നു കഴിയുമ്പോഴാണ് വളരെ വിശാലമായ രോഗത്തിലാണല്ലോ താൻ വന്നത് എന്നതിന് മനസ്സിലാകുന്നത്. അതിൽ കിടക്കുമ്പോൾ മനസ്സിലാകത്തില്ല. പക്ഷേ അത് പുറത്തു വന്നു കഴിയുമ്പോഴാണ് വിശാലമായൊരു ലോകത്തിലേക്കാണല്ലോ താൻ വന്നത് എന്ന് മനസ്സിലാകുന്നത്. ഇതുപോലെയാണ് ഈ ലോകത്തിൽ നിന്നുള്ള മാറ്റം. ഈ ലോകത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ ഇവിടുന്ന് വിട്ടുപോകാനൊരു മടിയാണ്. പക്ഷേ ഈ ലോകത്തിൽ നിന്ന് അപ്പുറത്തോട്ട് കടന്നു കഴിയുമ്പോഴാണ് ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവർക്ക് സന്തോഷകരമായൊരു അനുഭവം ഉണ്ടാകുന്നത്. വളരെ വിശാലമായ ധാരാളം പരിശുദ്ധന്മാരുള്ള വളരെ മനോഹരമായൊരു ദേശത്താണല്ലോ എത്തിച്ചേരുന്നത്. അങ്ങനെയാണ് നമ്മൾ ആയിരിക്കുന്നത്. കാരണം മരണം ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലാഭമാണ്. വീണ്ടും ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി വസിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്. കാരണം എന്താ? അത് ഏറ്റവും ഉത്തമമാണ്. യേശുവിനോടൊപ്പമുള്ള വാസമാണ് ഈ ലോകത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ ഉത്തമമായ ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പം ക്രിസ്തുവിലുള്ള പരേതർ എവിടെയാണ്? യേശു ക്രിസ്തുവിലുള്ള പരേതർ യേശുവിനോടൊപ്പമാണ്. യേശു ഇപ്രകാരം പറഞ്ഞു, ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശിഷ്യന്മാരും ഇരിക്കും. ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശിഷ്യന്മാരും ഇരിക്കും. പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ എവിടെ ആയിരിക്കും? യേശു എന്താ പറഞ്ഞത്? ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശിഷ്യന്മാരുമുണ്ട്. അപ്പോൾ അവർ സജീവമായി ജീവിക്കുകയല്ലേ? നമുക്കറിയാം, വിശ്വസിച്ചവനായ കള്ളൻ ആ ദിവസം തന്നെ പറുദീസയിൽ പോയി. ഇന്ന് നീ എന്നോട് കൂടി അല്ലേ? വിശ്വസിച്ചവനായ കള്ളനാണ്. കള്ളൻ വിശ്വസിച്ചു, യേശുവിനോട് യാചിച്ചു, അന്ന് തന്നെ പറുദീസയുടെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുകയാണ്.
അപ്പം യേശുവിനോടൊപ്പം ക്രിസ്തുവിൽ വാങ്ങിപ്പോയവർ യേശുവിനോടൊപ്പമാണ് വസിക്കുന്നത്. യേശുവിനോടൊപ്പം വസിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാൻ പറുദീസ എന്നുള്ളൊരു പദമാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൽ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കർത്താവിൽ മൃതന്മാർ ഭാഗ്യവാന്മാർ എന്നാണ് വിളിക്കുന്നത്. കർത്താവിൽ മരിച്ചവരാരാണ്? ഭാഗ്യവാന്മാരാണ്. ഭാഗ്യവാന്മാർ മരിച്ചു കിടക്കേണ്ട കാര്യമുണ്ടോ? ഭാഗ്യമെന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു അനുഭവമല്ലേ. അപ്പം യേശുക്രിസ്തുവിൽ മരിച്ചവർ ഭാഗ്യവാന്മാരാണ്. അപ്പം ക്രിസ്തുവിൽ മരിച്ച പരേതാർ യേശുവിനോടൊപ്പമാണ് വസിക്കുന്നത്. മരിച്ചവർക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ യേശുവിനോടൊപ്പം വസിക്കുന്നു. വാങ്ങിപ്പോയവർക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യം, ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോട് കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. നോഹയുടെ കാലഘട്ടത്തിൽ ഉള്ള ഒരു ഗ്രൂപ്പിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നോഹയുടെ കാലഘട്ടം യേശുവിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. നോഹയുടെ കാലഘട്ടത്തിലെ പ്രളയം. അന്ന് അനുസരിക്കാത്തവർ തടവിൽ കിടക്കുന്നു പറഞ്ഞാൽ എവിടെ ആയിരിക്കും കിടക്കുന്നത്? ഭൂമിയിൽ തന്നെയുള്ള തടവിലാണോ? ഒരിക്കലും ആകാൻ സാധ്യതയില്ല. അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നോഹയുടെ കാലഘട്ടത്തിൽ അനുസരിക്കാത്തവർ തടവിൽ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ തടവിൽ കിടക്കുന്നവർ ഒരിക്കലും ഈ ഭൂമിക്ക് മേളിലുള്ള ഒരു തടവിലായിരിക്കുകയില്ല. കാരണം നൂറ്റാണ്ടുകൾ കഴിഞ്ഞതാണ്. അപ്പോൾ അവർ താമസിക്കുന്നത് എവിടെയാണ്? പാതാളത്തിൻ്റെ തടവിലാണ്. അപ്പോൾ അവിടെ യേശു പോയി പ്രസംഗിച്ചു. പ്രസംഗിക്കണമെങ്കിൽ കേൾക്കുന്നവരോട് പല്ലേ പ്രസംഗിക്കേണ്ടി. അപ്പോൾ അവർക്ക് എന്തുണ്ട്? കേൾവി ശക്തിയുണ്ട്. അപ്പോൾ യേശു അവരോട് പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ കേൾക്കാൻ കഴിഞ്ഞു എന്നാണ്. അപ്പം വാങ്ങിപ്പോയവർക്ക് കേൾക്കുവാൻ സാധിക്കും. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം വീണ്ടും പറയുന്നു, ഇതിനായിട്ടാണല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അപ്പം മരിച്ചവരോട് സുവിശേഷം അറിയിച്ചെന്ന് പറഞ്ഞാൽ മരിച്ചവരോട് സുവിശേഷം അറിയിക്കുന്നത് എന്തിനാ? ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മരണം 2 തരത്തിലുണ്ട്: ആത്മീക മരണവും ശാരീരിക മരണവും. ആത്മീകമായി മരിച്ചവർക്ക് മാനസാന്തരം ആവശ്യമാണ്. പക്ഷെ പത്രോസ്ലീഹയുടെ ഈ ലേഖനം വെച്ച് നോക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വാങ്ങിപ്പോയവരെ പറ്റിയാണ് പറയുന്നത്. ഇപ്പം പാപത്തിൽ ജീവിക്കുന്നവരോടല്ല. പാപത്തിൽ ജീവിക്കുന്നവർ മരിച്ചവരാണ്. പക്ഷെ നൂറ്റാണ്ടുകൾക്ക് വേണ്ടി മുമ്പേ മരിച്ചുപോയവർ ശരീരമില്ലാതെ ജീവിക്കുന്നവരാണ്. അവരോട് പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞാൽ അവർ കേൾക്കും, അവർക്ക് മാനസാന്തരം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. കേൾക്കാൻ കഴിയും. യേശുക്രിസ്തു യായീറോസിൻ്റെ മകളെ ഉയർപ്പിച്ചു. ഒരു ആളെ ഉയർപ്പിക്കണമെന്നുണ്ടെങ്കിൽ യേശു പറയുന്നത് അവർക്ക് എഴുന്നേൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കണം. അപ്പോൾ കേൾക്കാനുള്ള കഴിവ് വാങ്ങിപ്പോയവർക്കുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ലൂക്കോസിന് ശേഷം 16-ാം അധ്യായം 9-ാമത്തെ വാക്യങ്ങളിലെ 9 മുതലുള്ളടുത്ത് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ്. യേശുക്രിസ്തു ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം. അപ്പോൾ ലാസറിൻ്റെ അടുക്ക് കല്ലറ ചെന്നിട്ട് എന്താ പറഞ്ഞേ? ലാസറെ പുറത്തു വരിക. ലാസർ കേട്ടിട്ട് ഇറങ്ങി വന്നെന്നാണ് പറയുന്നത്. യേശു അവിടെ ചെന്നു പിതാവാം ദൈവത്തോടൊരു പ്രാർത്ഥന നടത്തിയിട്ട് എന്തു പറഞ്ഞു? ലാസറെ പുറത്തു വരിക. അത് കേട്ടിട്ട് ലാസർ പുറത്തു വന്നു. എന്താ അവൻ്റെ സഹോദരിമാർ പറഞ്ഞത്? കർത്താവെ, കല്ലറ തുറക്കരുത്, 3 ദിവസമായി നാറ്റം വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് യേശുവിൻ്റെ ശബ്ദം കേട്ടിട്ട് പുറത്തു. അപ്പം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ മരിച്ചവർക്ക് കഴിയും എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ മരിച്ചവർക്ക് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാൽ ജീവനുണ്ടാവും. മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. ക്രിസ്തുവിലുള്ള പരേതാർ യേശുവിനോടൊപ്പമാണ് വസിക്കുന്നത്. വാങ്ങിപ്പോയവർക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും.
മരിച്ചവർക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയും, യേശുവിനോട് സംസാരിക്കാൻ കഴിയും. മരിച്ചവർക്ക് യേശുവിനോട് സംസാരിക്കാൻ കഴിയും. ലൂക്കോസിന്റെ വിശേഷം 9-ാം അധ്യായത്തിലെ യേശുക്രിസ്തുവിന്റെ രൂപാന്തരമാണ് സംഭവം. യേശുക്രിസ്തുവിന്റെ മറുരൂപം. യേശുക്രിസ്തു യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും ഒക്കെ കൂട്ടിക്കൊണ്ടൊരു വലിയ മലയിലേക്ക് കയറി ചെന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വസ്ത്രം ആർക്കും ഒരലക്കുകാരന് പോലും വെളുപ്പിക്കാൻ കഴിയാത്തവണ്ണം പ്രകാശമയമായി. ഇവരെ അല്പം ഉറക്കത്തിലാണ്, എന്നാൽ അവർക്ക് ബോധമുണ്ട്. അപ്പോൾ അവർ എന്താ കണ്ടത്? മോശയും ഏലിയാവും യേശുവിൻ്റെ അടുക്കൽ നിൽക്കുന്നു. എന്നിട്ട് അവർ സംസാരിച്ചെന്നാ പറഞ്ഞേ. എന്തോ സംസാരിച്ചേ? യേശുക്രിസ്തുവിന് യെരൂശലേമിൽ ഉണ്ടാകാൻ പോകുന്ന നിര്യാണത്തെ പറ്റി സംസാരിച്ചെന്നാ പറയുന്നത്. അവർ ചർച്ച ചെയ്തു. അതായത് യേശുവും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വാങ്ങിപ്പോയ മോശയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയാവും 3 പേരും കൂടെ വലിയ ചർച്ച നടത്തിയെന്ന്. അപ്പം വാങ്ങിപ്പോയവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ദൈവത്തോട് അല്ലെ യേശുവിനോട് ചർച്ച ചെയ്യാം, പരസ്പരം സംസാരിക്കാം. അതിനുള്ള കഴിവുണ്ട്. അവർ തമ്മിൽ സംസാരിച്ചു. എന്താ സംസാരിച്ചത്? അത് പ്രത്യേകിച്ച് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നൊരു കാര്യം. അതായത് യെരൂശലേമിൽ യേശുവിന് ഉണ്ടാകാൻ പോകുന്ന കഷ്ടാനുഭവത്തെ പറ്റി, നിര്യാണത്തെ പറ്റി. അതായത് വാങ്ങിപ്പോയവർക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ചില കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം ശമൂവേൽ പ്രവാചകനെ ശൗൽ രാജാവ് തനിക്കിനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നുണ്ടല്ലോ. വിളിച്ചു വരുത്തിക്കപ്പം ശമൂവേൽ പ്രവാചകൻ പറയും, നാളെ നീയും നിന്റെ പുത്രന്മാരും എൻ്റെ കൂടെയാകും. ശമൂവേൽ പ്രവാചകൻ വന്നിട്ട് അത് മനസ്സിലാക്കി എന്നുള്ള അത് പറഞ്ഞു കൊടുത്തു. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വാങ്ങിപ്പോയവർക്ക് കഴിയും. നമുക്കറിയാം മോശ മരിച്ചത് BC 1451 അതായത് യേശുവിന് മുമ്പ് 1451 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരാളാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നത്. മോശ BC 896 അതായത് ഏകദേശം 896 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരാൾ, അല്ലെ 900 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരാൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു, യേശുവുമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. മരിച്ചവർ കർത്താവിനോട് സംസാരിക്കും എന്നുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ട വാങ്ങിപ്പോയവർ നമ്മളെ മറക്കാൻ സാധ്യതയില്ല. കാരണം ഈ ലോകത്തിൽ നമ്മൾ ഒരുമിച്ച് ജീവിച്ചു, നമ്മളിൽ നിന്നുള്ള സ്നേഹങ്ങളും ബഹുമാനങ്ങളും ഒക്കെ സ്വീകരിച്ച ഈ ലോകത്തിൽ നിന്ന് ശാരീരികമായി മാറ്റപ്പെട്ട ഒരാൾ നമ്മളെ മറക്കുകയില്ല. നമ്മളെ അവർ ഓർക്കുമെന്നാണ്. ഈ ലോകത്തിൽ നിന്നും നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് ജോലിക്ക് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ കാണുന്നില്ല, ഇപ്പം നമ്മളെ മറക്കുമോ? അതുപോലെയാണ് ഈ ലോകത്തിൽ നിന്നും മറ്റൊരു ലോകത്തിലേക്ക് പോയാൽ പോലും അവർ ശാരീരികമായി മാത്രമേ മാറ്റപ്പെട്ടിട്ടുള്ളൂ, ആത്മീകമായി ജീവനോടുള്ളത് കൊണ്ട് അവർക്ക് നമ്മളെ മറക്കാൻ കഴിയുകയില്ല. അതിനൊരു ഉദാഹരണം പറയുന്നത്, ജോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടു. പൊട്ടക്കിണറ്റിൽ നിന്ന് ജോസഫ് കയറി ഫറവോൻ്റെ കൊട്ടാരത്തിൽ പോയി. പക്ഷേ ഫറവോൻ്റെ കൊട്ടാരത്തിൽ വെച്ച് പോലും ജോസഫിന് തൻ്റെ പിതാവിനെ വലിയ ഓർമ്മയായിരുന്നു. അപ്പം വളരെ വിദൂരമായൊരു ദേശത്ത് താമസിക്കുമ്പോൾ പോലും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പറ്റി അവർക്ക് ഓർമ്മയുണ്ട്, അവരെ മറക്കുകയില്ല. മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചപ്പോൾ പോലും ഇസ്രായേലിയരെ മറന്നില്ല. നമുക്കറിയാം, ഒരു പെൺകുട്ടി, നയമാൻ്റെ കൊട്ടാരത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് ഇസ്രായേലുകാരിയായിരുന്നു ആ പെൺകുട്ടി. അപ്പോൾ നയമാൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ആ പെൺകുട്ടി ആരെ പറ്റി ഓർത്തു? ഏലിശ എന്ന് പറഞ്ഞ പ്രവാചകനെ പറ്റി ഓർത്തു. അപ്പോൾ വാങ്ങിപ്പോയവർക്ക് ഒരിക്കലും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ മറക്കുവാൻ സാധിക്കുകയില്ല, അവരെ ഓർക്കും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ഒന്ന്, പരേതർ എവിടെയാണ്? യേശുവിനോടൊപ്പമാണ്. പരേതർക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും, ദൈവത്തോട് സംസാരിക്കാൻ സാധിക്കും. പരേതർ നമ്മളെ ഒരിക്കലും മറക്കുകയില്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് ക്രിസ്തുവിൽ മരിച്ചവരെ പറ്റിയാണ്.
വിശ്വാസത്തിൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ വാങ്ങിപ്പോയവർ, തെറ്റുകളൊക്കെ കാണും, കുറ്റങ്ങൾ കാണും, പക്ഷെ അവർക്ക് യേശുവിലുള്ള വിശ്വാസത്തിലാണ് ഈ ലോകത്തിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്നത്. വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ എന്നുള്ളൊരു ചോദ്യമാണ്. വാങ്ങിപ്പോയവരെന്ന് ഉദ്ദേശിക്കുന്നത് സഭയെപ്പറ്റി. അന്നേരം വാങ്ങിപ്പോയവരാരാണ്? ഞാൻ പറഞ്ഞു, വാങ്ങിപ്പോയവർ സജീവരാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ സഭയെ പറ്റി വിശേഷിപ്പിക്കുന്ന ഇപ്രകാരമാണ്: സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. എഫേസ്യ ലേഖനം 5:22 ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നു. കൊലോസ്യർ 1:18 അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയാകുന്നു. അപ്പം സഭയെന്ന് പറയുന്നത് എന്താണ്? യേശുവിൻ്റെ ശരീരമാകുന്നു. സഭയെന്ന് പറയുന്നത് യേശുവിൻ്റെ ശരീരമാകുന്നു. ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശരീരത്തിന് ദൃശ്യവും അദൃശ്യവുമായ അവയവങ്ങളുണ്ട്. ദൃശ്യ അവയവങ്ങളും അദൃശ്യ അവയവങ്ങളുമുണ്ട്. നമ്മൾ പറയുന്നത് വാങ്ങിപ്പോയവർ യേശുക്രിസ്തുവാകുന്ന സഭയുടെ ശരീരത്തിൻ്റെ അദൃശ്യ അവയവങ്ങളിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. ജീവനോടിരിക്കുന്നവർ യേശുക്രിസ്തുവാകുന്ന സഭയുടെ ശരീരത്തിൻ്റെ ദൃശ്യ അവയവങ്ങളാണ്. അപ്പം അദൃശ്യ അവയവങ്ങളാണ് വാങ്ങിപ്പോയിരിക്കുന്നവർ. യേശുക്രിസ്തുവാകുന്ന സഭയുടെ, ഈ സഭയുടെ അദൃശ്യ അവയവങ്ങളാണ് വാങ്ങിപ്പോയിരിക്കുന്നവർ. ജീവനോടിരിക്കുന്നവർ ദൃശ്യ അവയവങ്ങളാണ്. ഈ അദൃശ്യ അവയവങ്ങൾക്കാണോ കൂടുതൽ പ്രാധാന്യം, ദൃശ്യ അവയവങ്ങൾക്കാണോ? നമുക്കറിയാം, ദൃശ്യ അവയവങ്ങൾക്ക് എന്ത് കേട് പറ്റിയാലും നമുക്ക് ജീവനോടിരിക്കാം. മൂക്ക് പോയാൽ കുഴപ്പമില്ല, ഒരു കണ്ണ് പോയാൽ കുഴപ്പമില്ല, ഒരു കൈ പോയാൽ കുഴപ്പമില്ല, നമുക്ക് ലോകത്തിൽ ജീവനോട് ഇരിക്കാം. പക്ഷെ അദൃശ്യ അവയവങ്ങളായ കിഡ്നി, ഹൃദയം, ഇങ്ങനെയുള്ള അദൃശ്യ അവയവങ്ങൾ പോയാൽ എന്തോ സംഭവിക്കും? പിന്നെ നമുക്ക് ജീവനോടിരിക്കാനൊക്കെ ഇല്ലല്ലോ. അപ്പോൾ ഏതായിരിക്കും പ്രാധാന്യം കൂടിയത്? അപ്പോൾ വാങ്ങിപ്പോയവർ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് വാങ്ങിപ്പോയിരിക്കുന്നവർ. അവരെ സ്മരിച്ചുകൊണ്ട് ജീവിക്കാനൊക്കെ പോകും. പക്ഷെ അത് കാണാനൊക്കത്തില്ല നഗ്ന നേത്രങ്ങൾ കൊണ്ട്. അപ്പോൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്ന് വെച്ചുകൊണ്ട് അതില്ലെന്ന് പറയാനൊക്കെ പോകും. പല ആൾക്കാരും പറയുന്നത് വാങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലെന്നാണ്, അതിന് സജീവതയില്ലെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അദൃശ്യ അവയവങ്ങൾക്ക് ജീവനില്ലേ? അത് പ്രവർത്തനക്ഷമമാണല്ലോ. പലപ്പോഴും നമ്മുടെ ധാരണ നമ്മുടെ സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതൊന്നും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല. സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തിലുണ്ട്. അതുകൊണ്ട് അത് അവിടെ ഇല്ലെന്ന് പറയാൻ ഒക്കുമോ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടെങ്കിൽ മാത്രമേ അദൃശ്യ കാര്യങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ. വാങ്ങിപ്പോയിരിക്കുന്നവർ അദൃശ്യമായ അവസ്ഥയിലേക്ക്, സജീവമായ അവസ്ഥയിലേക്ക് പോകുകയാണ്. അവരില്ലെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കുകയില്ല. മറ്റൊരു ഉദാഹരണം പറയുന്നത് സമുദ്രത്തിൽ കൂടി ഒഴുകി നടക്കുന്ന ഐസ് കട്ട. ഈ സമുദ്രത്തിൽ കൂടി ഒഴുകി നടക്കുന്ന ഐസ് കട്ടയുടെ 1/3 ഭാഗം മാത്രമേ വെള്ളത്തിൻ്റെ മുകളിൽ കാണാൻ സാധിക്കുകയുള്ളൂ. 2/3 ഭാഗവും വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും. പക്ഷെ വെള്ളത്തിൻ്റെ അടിയിലുള്ള വസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലേ? അപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത പലതിനെയും ഇല്ല എന്ന് നമുക്ക് ധരിക്കാൻ ഒക്കുകയില്ല. വീണ്ടും പറയുന്നത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ പ്രവാചകന്മാരും അപ്പോസ്തോലന്മാരും എന്ന അടിസ്ഥാനത്തിലാണ് പണിയപ്പെട്ടിരിക്കുന്നത്. അപ്പം മൂലക്കല്ല് കാണാനൊക്കുമോ? ഒരു കെട്ടിടത്തിൻ്റെ അടിസ്ഥാന ശിലകൾ കാണാനൊക്കുമോ? അടിസ്ഥാന ശിലയില്ലെങ്കിൽ ഒരു കെട്ടിടത്തിന് നിൽക്കാനൊക്കുമോ? ഒരിക്കലും ഒക്കത്തില്ല. മൂലക്കല്ലും അടിസ്ഥാന ശിലകളും ഇല്ലാതെ ഒരു കെട്ടിടത്തിന് നിൽക്കാനൊക്കത്തില്ല. അതെങ്ങനായി പോവും? യേശുക്രിസ്തു പറഞ്ഞ ഉപയോഗിക്കാത്ത മണലിൽ മേൽ പണിഞ്ഞ വീട് പോലെ ആയിപ്പോവും, തകർന്ന് തരിപ്പണമാകും.
അപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഈ സഭയുടെ ഏറ്റവും മൂലക്കല്ലായിട്ട് നിൽക്കുകയാണ്, ഒരു സഭയുടെ, ക്രിസ്തു യേശുവിൻ്റെ സഭയുടെ. പക്ഷെ അത് കാണാനൊക്കത്തില്ലെന്നും കണ്ട് അതില്ല ഇല്ല എന്ന് പറയാനൊക്കുമോ? അപ്പോൾ അവർ സജീവരായി നിൽക്കുന്നത് കൊണ്ടാണ് ഈ സഭയ്ക്ക് നിൽക്കാൻ ഒക്കുന്നത്. വാങ്ങിപ്പോയവര് സജീവരായി, അദൃശ്യമായെങ്കിൽ പോലും സജീവരായി നിൽക്കുന്നു. അപ്പോൾ ആ സജീവരായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണ്ടായോ? യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന പരസ്പരം പ്രാർത്ഥിക്കണം എന്നാണ്. സഭയുടെ അംഗങ്ങളെന്ന നിലയിൽ പരസ്പരം പ്രാർത്ഥിക്കണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. വാങ്ങിപ്പോയിരിക്കുന്നവർ ശാരീരികമായി മാത്രം വേർപെട്ടു ആത്മീകമായി സജീവരായി നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. വാങ്ങിപ്പോയിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. പകരം വിശുദ്ധ പത്രോസ്ലീഹ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലുള്ള തബീഥ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഉയർപ്പിക്കുകയാണ്. അപ്പോൾ വാങ്ങിപ്പോയ ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി അവളെ ഉയർപ്പിക്കുകയാണ്. പത്രോസ്ലീഹ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉറക്കം വീണ് താഴെ വീണ് മരിച്ച യൂത്തിക്കോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹത്തെ പത്രോസ്ലീഹ പ്രാർത്ഥിച്ച് ഉയർപ്പിച്ചു. വാങ്ങിപ്പോയിരിക്കുന്നവരെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഉയർപ്പിച്ച സംഭവങ്ങളുണ്ട്. ഏലിശ എന്ന് പറഞ്ഞ പ്രവാചകൻ, ഏലിയാവ് എന്ന് പറഞ്ഞ പ്രവാചകൻ ശൂനോംകാരി, ഏലിശ എന്ന് പറഞ്ഞ പ്രവാചകൻ ശൂനോംകാരിയുടെ മകനെ ഉയർപ്പിച്ചു. ഒരു വിധവയുടെ മകനെ ഏലിയാവ് ഉയർപ്പിച്ചു. അപ്പം ഇവരെല്ലാം പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ്. അപ്പോൾ വാങ്ങിപ്പോയിരിക്കുന്നവരെന്ന് മരിച്ചുപോയി, ഇനി വേണ്ട, വിട്ടേക്ക് എന്ന് കരുതിയില്ല. വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയാണ്. തീമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ്ലീഹ ഒനേസിഫോറസ് എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്രകാരമാണ് ആ പ്രാർത്ഥന: ആ ദിവസത്തിൽ കർത്താവിൻ്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതിയാക്കട്ടെ. ഏത് ദിവസത്തിലാ? ആ ദിവസത്തിൽ. ആ ദിവസമെന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ന്യായവിധി ദിവസത്തിൽ. ഒനേസിഫോറസ് എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി പൗലോസ്ലീഹ പ്രാർത്ഥിക്കുകയാണ്, കർത്താവിൻ്റെ കയ്യിൽ നിന്നും കരുണ ലഭിക്കട്ടെ. എപ്പോഴാണ്? ആ ദിവസത്തിൽ. അപ്പം വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. പഴയ തെർത്തുല്യൻ എന്ന് പറഞ്ഞ സഭാപിതാവ്, സുപ്രിയൻ എന്ന് പറഞ്ഞ സഭാപിതാക്കന്മാർ, ഇവരെല്ലാം വാങ്ങിപ്പോയവർക്ക് വേണ്ടി അവരുടെ വാർഷിക ദിനത്തിലും ഓർമ്മ പ്രാർത്ഥന നടത്തണം, ഓർമ്മ കുർബാന നടത്തണമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം: വല്ല വിധേനയും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ, വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ആരോടാ പറഞ്ഞേ? വിധവയെ പറ്റിയാ പറയുന്നത്. വിധവയ്ക്ക് മക്കളും കൊച്ചുമക്കളും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേ? അവരുടെ അമ്മയപ്പന്മാർക്ക് എന്ത് ചെയ്യണം? പ്രത്യുപകാരം ചെയ്യണം. അപ്പം വിധവയുടെ ഭർത്താവ് ജീവനോടില്ലല്ലോ. വിധവയെന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച സ്ത്രീ. അപ്പോൾ അപ്പന് വേണ്ടി എങ്ങനെ പ്രത്യുപകാരം പിന്നെ ചെയ്യുന്നത്? ഭക്ഷണം കൊടുക്കണ്ട, വസ്ത്രം കൊടുക്കണ്ട, ഇല്ലേ? അപ്പം വിധവയുടെ മകനോട് പറയുക, നിങ്ങൾ നിങ്ങളുടെ അപ്പന് വേണ്ടി പ്രത്യുപകാരം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ പിതാവിന് വേണ്ടി പ്രത്യുപകാരം ചെയ്യണം. വാങ്ങിപ്പോയൊരു പിതാവിന് വേണ്ടി പ്രത്യുപകാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർക്ക് വേണ്ടി, അവർക്ക് കരുണ ലഭിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് തീമോത്തിയോസിനെ പൗലോസ്ലീഹ പറയുന്നത്. അപ്പോൾ മരിച്ചുപോയ പിതാവിന് വേണ്ടി മക്കൾ പ്രത്യുപകാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥന നടത്തുക എന്നുള്ളതാണ്. ഈ പുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുത്രൻ എന്ന വാക്കിൻ്റെ ഒരു അർത്ഥം ഇപ്രകാരമാണ്: ത്രാണനം ചെയ്യുന്നവൻ. എന്ന് പറഞ്ഞാൽ നരകം. നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് പുത്രൻ. പുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. ഒരു പുത്രനാണ് തൻ്റെ പിതാവിനെയും മാതാവിനെയും ഒക്കെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. അതെങ്ങനാ? പുത്രൻ നരകത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷിക്കുന്നത്? മാതാവിനും പിതാവിനും വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥന നടത്തുന്നതിലൂടെയാണ്. പുത്രൻ എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്.
പുത്രൻ തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് പിതാവിന് മോക്ഷമുണ്ടാകുന്നത്. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 15:29. അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നതെന്ത്? അപ്പം വാങ്ങിപ്പോയവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്ന ഒരു പതിവ് യഹൂദ പാരമ്പര്യത്തിലുണ്ടായിരുന്നു, ക്രിസ്ത്യൻ പാരമ്പര്യത്തിലുണ്ടായിരുന്നു. വാങ്ങിപ്പോയവർക്ക് വേണ്ടി സ്നാനമേൽക്കുക. വാങ്ങിപ്പോയവർ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേറ്റാൽ പ്രയോജനം കിട്ടുമോ? ഇതിനെപ്പറ്റി പറയുന്നത് ആദിമ കാലഘട്ടത്തിൽ മാമോദീസയൊക്കെ കൊടുക്കുന്നത് ഒന്നിച്ചായിരുന്നു, സിംഗിൾ ആയിട്ടല്ലായിരുന്നു. അവരെ പ്രത്യേകമായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്നവരെ വിശ്വാസം പഠിപ്പിച്ച് ആ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഒന്നിച്ച് സ്നാനം കൊടുക്കുകയാണ്. അപ്പം വിശ്വാസം പഠിക്കുന്ന കാലഘട്ടത്തിൽ ചിലരൊക്കെ മരിച്ചു പോയേക്കാം. വിശ്വാസം പഠിക്കുന്ന സമയത്ത് സ്നാനമേൽക്കുന്നതിന് മുമ്പ് ചിലരെങ്കിലും മരിക്കും. ആ വാങ്ങിപ്പോയവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്ന പതിവ്, മറ്റൊരാൾ സ്നാനം അവർക്ക് വേണ്ടി അവരുടെ പേരിൽ മറ്റൊരാൾ സ്നാനമേൽക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ സ്നാനമേറ്റാൽ അവർക്കൊരനുഗ്രഹം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അനുഗ്രഹം കിട്ടും എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഒരു കുട്ടി പരീക്ഷ എഴുതാൻ വേണ്ടി പ്രിപ്പയർ ആകുക. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതാൻ പ്രിപ്പയർ ആകുമ്പോൾ നമ്മളോട് എന്തോ പറയും? അച്ഛന്മാരോടൊക്കെ വന്ന് പറയും, ഞങ്ങളുടെ കൊച്ചൻ പരീക്ഷ എഴുതാൻ പോവാണ്, പ്രാർത്ഥിക്കണം. ശരി, ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയും. പ്രാർത്ഥനയുടെ പരീക്ഷയുടെ അന്നും വന്ന് പ്രാർത്ഥിക്കും, പേന കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കും. പരീക്ഷ നല്ലതായിട്ട് പോയി എഴുതും കുട്ടി. പരീക്ഷ എഴുതി കഴിഞ്ഞ് പിന്നെയും വന്നിട്ട് പറയും, നമ്മുടെ കുട്ടി പരീക്ഷ എഴുതി, ഇനിയും റിസൾട്ട് വരാൻ പോകുമെന്ന് പ്രാർത്ഥിക്കണമെന്ന്. SLCയുടെ റിസൾട്ട് വരുന്ന അന്നും പറയും വന്ന് പ്രാർത്ഥിക്കണമെന്ന്, ഇല്ലേ? പിന്നെ ഇതിനകത്തൊരു യുക്തി വെച്ച് നോക്കിയാൽ പരീക്ഷ എഴുതുന്നിടം വരെ പ്രാർത്ഥിച്ചാൽ അതിനൊരു ഫലമുണ്ടല്ലേ? കാരണം പരീക്ഷ എഴുതുന്നവരെ കുട്ടിക്ക് പരീക്ഷ കൊള്ളി നല്ല മനസ്സ് കിട്ടാനും അവൻ പഠിച്ചതൊക്കെ ഓർത്തെഴുതാനും ഒക്കെയുള്ളൊരു കൃപ കിട്ടും, അല്ലേ? പക്ഷെ പരീക്ഷ എഴുതി പേപ്പറിലായി കഴിഞ്ഞാലും പിന്നെ പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനം വല്ലതും ഉണ്ടോ? പിന്നെന്തിനാ നിങ്ങൾ എന്നെ ഞങ്ങളുടെ അടുക്ക വന്ന് പറയുന്നത്? ഇതുപോലെ തന്നെ വാങ്ങിപ്പോരല്ലേ? പക്ഷെ അതിന് പ്രയോജനമുണ്ട്. നമുക്ക് ആ ഉറപ്പുള്ളതുകൊണ്ട് നമ്മുടെ അടുക്ക വന്ന് വരുന്നത്. ഇത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്ന് പറയുന്ന വിഭാഗക്കാർ പോലും അങ്ങനെ വന്ന് നമ്മളോട് പറയും, പരീക്ഷ എഴുതി കഴിഞ്ഞ് പറയും പ്രാർത്ഥിക്കാൻ. അതായത് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പോലും ആ പേപ്പർ എടുത്ത് നോക്കുന്ന ഒരു ടീച്ചറിൻ്റെ മനസ്സിൽ ആ പേപ്പർ കാണുമ്പോൾ ഒരു മാർക്ക് കൊടുക്കാൻ തോന്നും. ചിലപ്പോൾ ആ പേപ്പർ കൊടുത്താൽ അവരുടെ മനസ്സ് നല്ലതല്ലെങ്കിൽ ആ പേപ്പർ മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ അവിടെയും ഒരു കരുണ ലഭിക്കണം. ഇതുപോലെ വാങ്ങിപ്പോയവർക്ക് പ്രത്യേകമായൊരു കരുണ ലഭിക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകത്തിലിരിക്കുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവർ ശാരീരികമായി മാത്രമേ മരിച്ചിട്ടുള്ളൂ. പലരും അങ്ങനെ, ചില രോഗി ഹോസ്പിറ്റലിൽ കിടന്നു, അസുഖം ബാധിച്ച് കിടക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കും, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കത്തില്ല, പെട്ടെന്ന് നിന്നു പോവുകയാണ്. അങ്ങനെയാണോ? വാങ്ങിപ്പോയതിനു ശേഷവും പ്രാർത്ഥിക്കണം, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗി മരിച്ചാൽ പോലും എന്ന് പറഞ്ഞാൽ ശരീരത്തെക്കാൾ പ്രാധാന്യം ആത്മാവിനാണ്. നമ്മൾ ജീവനോടിരിക്കാൻ വേണ്ടി അവിടെ പ്രാർത്ഥിക്കുക, ശരീരത്തിന് വേണ്ടി. ശരീരത്തെക്കാൾ പ്രാധാന്യം ആത്മാവിനുള്ളത് കൊണ്ട് ആത്മാവിന് വേണ്ടി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അത് യഹൂദമതത്തിലൊക്കെ ഉണ്ടായിരുന്ന സിസ്റ്റമാണ്. നമുക്കറിയാം, യഹൂദമതത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 30-40 ദിവസമാണ് വിലാപം കഴിക്കുന്നത്. മോശ മരിച്ചു, മോശയ്ക്ക് വേണ്ടി മോവാബ് സമഭൂമിയിൽ വെച്ചാണ് മരിച്ചത്. മോശയ്ക്ക് വേണ്ടി 30 ദിവസമാണ് യഹൂദന്മാർ വിലാപം കഴിച്ചത്. ആവർത്തന പുസ്തകം 34:8. അഹ്റോൻ മരിച്ചു, 30 ദിവസം യഹൂദന്മാർ വിലാപം കഴിച്ചു. സംഖ്യാപുസ്തകം 20-29. അപ്പം മരിച്ചു കഴിയുമ്പോൾ അവർക്ക് വേണ്ടി ദീർഘദിവസങ്ങൾ വിലാപം കഴിക്കുന്ന ഒരു രീതി യഹൂദ പാരമ്പര്യത്തിലുണ്ട്, ക്രിസ്ത്യൻ പാരമ്പര്യത്തിലും വന്നിട്ടുണ്ട്. വാങ്ങിപ്പോയവരെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥന നടത്തുക എന്നുള്ളത്. നമുക്കറിയാം, ലൂക്കോസിൻ്റെ വിശേഷം 23-ാം അധ്യായം 56-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിനെ കല്ലറയിൽ വെച്ചതിന് ശേഷമുള്ള പിറ്റേ ദിവസം സ്ത്രീകൾ സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കിയെന്ന് അവിടെ വായിക്കും. നമ്മൾ 24-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കെത്തി.
അപ്പം ഈ യേശുക്രിസ്തുവിനെ സംസ്കരിച്ചു അല്ലേ? സംസ്കാരമെല്ലാം കടന്ന് ഒരു ദിവസം കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഞായറാഴ്ച ദിവസം രാവിലെ അവരെന്ത് ചെയ്തു? കല്ലറയ്ക്കൽ എങ്ങനെ എത്തിയേ? സുഗന്ധക്കൂട്ടുമായിട്ടാണ് വന്നേ. എന്തിനാ ഈ സുഗന്ധക്കൂട്ടുമായിട്ട് വന്നേ? അവിടെ തീർച്ചയായിട്ടും സമർപ്പിക്കാനായിരിക്കും ഇല്ലേ? അല്ലെങ്കിൽ ആ സുഗന്ധ പരിമളമൊക്കെ എടുത്തുകൊണ്ട് സ്ത്രീകൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വരേണ്ട കാര്യമില്ല. വന്നത് കല്ലറയിൽ സമർപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും മരിച്ചു കഴിഞ്ഞാൽ ആ കല്ലറയിൽ പോയി ധൂപവർഗം സമർപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന യേശുക്രിസ്തുവിൻ്റെ ശിഷ്യകളായിരുന്ന സ്ത്രീകളാണ് യേശുക്രിസ്തുവിൻ്റെ കല്ലറയിൽ ഇതുകൊണ്ട് ചെയ്യുന്നത്. യേശുക്രിസ്തു ജീവനോടിരിക്കുമ്പോൾ ഇതിനെ എതിർത്തിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നു. കാരണം യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യകൾ ഇത് യേശുക്രിസ്തു നേരത്തെ ഇതിന് എന്തെങ്കിലും എതിര് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുകയില്ലായിരുന്നു. അപ്പോൾ ആ കല്ലറയിൽ ധൂപവർഗം നടത്തുന്നതിനെ യേശുക്രിസ്തു എതിർത്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യേശുക്രിസ്തുവിൻ്റെ കല്ലറയിൽ സുഗന്ധവർഗവുമായി ശിക്ഷകൾ പോയത് അല്ലേ? അപ്പോൾ യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ കല്ലറയിൽ സുഗന്ധവർഗം ഉപയോഗിക്കുന്ന രീതിയുണ്ട്. അല്ലെങ്കിൽ യഹൂദന്മാർക്ക് കല്ലറയ്ക്ക് ഭയങ്കര പ്രാധാന്യമാണ്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ നെഹമ്യാവിനോട് ഇസ്രായേലിൽ നിന്ന് വന്ന ഒരാൾ വന്ന് നെഹമ്യാവിനോട്, യഹോവ വന്ന് രാജകൊട്ടാരത്തിൽ പ്രവാസത്തിലാണ്. അപ്പം നെഹമ്യാവിൻ്റെ അടുക്കൽ, പേർഷ്യയിലെ രാജകൊട്ടാരത്തിൽ താമസിക്കുന്ന നെഹമ്യാവിൻ്റെ അടുക്കൽ ഒരു വന്ന് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള സ്ഥലമൊക്കെ തീ വെന്ത് നശിച്ച് കിടക്കുകയാണ്. അപ്പം നെഹമ്യാവിൻ്റെ മുഖം വാടിപ്പോയി. രാജകൊട്ടാരത്തിൽ മുഖം വാടിച്ചെന്ന നെഹമ്യാവിനോട് രാജാവ് ഇപ്രകാരം ചോദിച്ചു, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി ഇപ്രകാരമാണ്, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം, എന്താ, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ടും വെന്ത് കിടക്കെ എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെ? അപ്പം എന്താ മുഖം വാടിയത് കാരണം? യെരൂശലേമിൻ്റെ നാശമാണ്, മതിലുകളെല്ലാം പൊളിഞ്ഞു കിടക്കുന്നു. അതിനേക്കാൾ ഉപരിയായി എന്താ? പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം തീ വെന്ത് കിടക്കുന്നു. അപ്പൊ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തോട് പ്രത്യേകമായൊരു സ്നേഹം, അപ്പൊ കല്ലറകളോടുള്ള പിതാക്കന്മാരെ സംസ്കരിച്ച സ്ഥലത്തോട് പ്രത്യേകമായൊരു താല്പര്യം നെഹമ്യാവിനുണ്ടായിരുന്നു. അത് എല്ലാ യഹൂദന്മാർക്കും ഉണ്ട്. അപ്പൊ സുഗന്ധവർഗം കല്ലറയിൽ കൊണ്ടുചെല്ലുന്ന ഒരു പാരമ്പര്യം യഹൂദമതത്തിലുള്ളതുകൊണ്ടാണ് സ്ത്രീകൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ കല്ലറകളിൽ ധൂപം അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ട്, യഹൂദമതത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2 മക്കാബിയരുടെ പുസ്തകം, അതൊരു അപ്പോക്രിഫ പുസ്തകമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിൾ എന്ന് പറയുന്നത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ആ പുസ്തകമില്ല. പക്ഷെ നമ്മൾ സ്വീകരിക്കുന്ന ബൈബിൾ എന്ന് പറയുന്നത് അപ്പോക്രിഫ ഉൾപ്പെട്ട പുസ്തകമാണ്. മക്കാബിയരുടെ പുസ്തകങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പം മക്കാബിയരുടെ പുസ്തകം 2-ാം പുസ്തകം 12-ാം അധ്യായത്തിൽ 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഒരു സംഭവം ഇതാണ്. യുദ്ധം നടത്തി യുദ്ധത്തിൽ തോറ്റുപോയ മരണമടഞ്ഞ പടയാളികളുടെ ശരീരം പരിശോധിച്ചപ്പോൾ അവരുടെ അകവസ്ത്രങ്ങളിൽ വിഗ്രഹങ്ങൾക്ക് സേവിച്ച ചില ഏലസുകൾ ഉണ്ടായിരുന്നു. അതവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യുദ്ധത്തിൽ തോറ്റതെന്നാണ് പറയുന്നത്. അതിന് പാപപരിഹാരം കിട്ടാൻ വേണ്ടി യൂദ മക്കാബി എന്ന് പറയുന്ന ആള് 2000 വെള്ളിദ്രഹ്മ പാപപരിഹാര ബലിക്കായി യെരൂശലേമിലേക്ക് അയച്ചു കൊടുത്തെന്നാണ് പറഞ്ഞത്. അവരുടെ പാപങ്ങൾക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി ബലി നടത്താൻ. അപ്പം മക്കാബിയരുടെ കാലഘട്ടത്തിൽ വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആ പാപങ്ങൾക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി ബലികൾ നടത്തുന്ന, യാഗം നടത്തുന്ന രീതി ഉണ്ടായിരുന്നു. കാരണം വിഗ്രഹങ്ങളെയൊക്കെ സേവിച്ചിട്ടുള്ള ആ ഏലസുകൾ ശരീരത്തിൽ ധരിച്ചുകൊണ്ട് യുദ്ധത്തിന് തോറ്റുപോയി. അത് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ പാപത്തിന് പരിഹാരം കിട്ടാൻ വേണ്ടി, പാപപരിഹാരം ലഭിക്കാൻ വേണ്ടി ബലിയർപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വാങ്ങിപ്പോയ യഹോവയായ ദൈവം, രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവ ജീവനുള്ളവരുടെയും
മരിച്ചവരുടെ ദൈവമാണ്, മരിച്ചവരോട് കരുണ ചെയ്യുന്നവനാണ്. അപ്പം മരിച്ചവരോട് കരുണ ചെയ്യുന്ന യഹോവയോട്, യേശുവിനോട് നമ്മൾ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥന നടത്തുകയാണ്. വാങ്ങിപ്പോയവർ സജീവരായതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം എല്ലാ വാങ്ങിപ്പോയവർക്കും പ്രാർത്ഥിച്ചാൽ പ്രയോജനം കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആർക്കാം? യേശുവിൽ വിശ്വസിച്ച് കർത്താവിൽ വാങ്ങിപ്പോയവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ ഒരാൾ മരണത്തിൻ്റെ സമയത്തായിരിക്കും അനുദപിക്കുന്നത്, നമുക്കറിയത്തില്ല. അതുകൊണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാവും. എന്തിനാ പെട്ടെന്നുള്ള മരണത്തിൽ രക്ഷിക്കുന്നത്? പെട്ടെന്ന് മരിച്ചാൽ നമുക്ക് അനുദപിക്കാനൊരു അവസരം കിട്ടുകയില്ല. അപ്പോൾ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൽ മരിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവർ സജീവരായി ലോകത്തിൽ സജീവരായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ചില കടങ്ങളും കുറവുകളൊക്കെ ഉണ്ടായിരിക്കാം അവർക്ക്, എന്നാൽ കർത്താവിൻ്റെ ആ വലിയ ദിവസത്തിൽ അവർക്ക് കരുണ ലഭിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന ചെല്ലുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ മരണത്തിന് വേണ്ടി, പെട്ടെന്നുള്ള മരണത്തിൽ രക്ഷിക്കണമെന്ന് നമ്മുടെ ഒരു പ്രാർത്ഥനയാണ്. മരണത്തിന് വേണ്ടി ഒരു ഒരുക്കം എപ്പോഴും നല്ലതാണ്. പലപ്പോഴും നമ്മൾക്ക് എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അതായത് 4 കാര്യങ്ങൾ എപ്പോഴും ഒരു വിശ്വാസി ഓർത്തിരിക്കണമെന്നുള്ളതാണ്. 1 മരണം, 2 ന്യായവിധി, 3 നരകം, 4 സ്വർഗം. ഈ 4 വാക്കുകൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണമെന്നാണ്. നരകം, സ്വർഗം, മരണം, ന്യായവിധി. അപ്പം മരണം വഴിയായി വരുമ്പോൾ ഒരു ന്യായവിധി ഉണ്ടെന്നുള്ള കറക്റ്റാണ്. പക്ഷേ ആ ന്യായവിധിയുടെ സമയത്ത് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ ലഭിക്കാൻ വേണ്ടി പ്രത്യേകമായി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകത്തിൽ നല്ലവരായി ജീവിച്ച് കർത്താവിൽ മരിച്ചവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഒരു പ്രയോജനം ദൈവം നമുക്കും തരികയാണ്. പക്ഷെ മരണത്തിൻ്റെ അന്ന് വരെ അനുഭവിക്കാനുള്ള സമയം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്നുള്ള മരണത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നീ മരിക്കുമെന്ന് നമ്മളോട് വന്ന് പറയാൻ ഒരാളുണ്ടോ? നല്ലതാണ്. നമുക്കറിയാം, ഹിസ്കിയാവെന്ന് പറഞ്ഞ രാജാവിനോട് യെശയ്യാവ് വന്നിട്ട് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യങ്ങൾ ക്രമത്തിലാക്കുക, നീ മരിക്കും. പരിശുദ്ധന്മാർക്കൊക്കെ അവരുടെ മരണത്തിൻ്റെ ദിവസം മുൻകൂട്ടി അറിയാൻ സാധിക്കുമെന്നുള്ളതല്ലേ. അതുകൊണ്ട് അവർക്ക് ഒന്നുകൂടെ നല്ലതായിട്ട് ഒരുങ്ങാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് എന്താ അങ്ങനെയുള്ള. പക്ഷേ നമ്മൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച്, ആരാധനകളിൽ സംബന്ധിച്ച്, മൊയ്മ്പനുഷ്ഠാനങ്ങൾ നടത്തി ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്ന ദിവസം ദൈവത്തെ കണ്ടുകൊണ്ട് മരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ മരണസമയത്ത് നമ്മുടെ ചിന്ത എന്താണോ അതായി നമ്മൾ തീരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആയി മാറും നമ്മൾ. മാലാഖമാരെ കണ്ടുകൊണ്ട് മരിച്ചാൽ മാലാഖമാരെ നമ്മളെ സ്വീകരിച്ചുകൊണ്ട് പോയിക്കോളൂ. ഞാൻ ഇവിടെ ഒരു ദിവസം അതിനകത്ത് കിടക്കുന്ന ഒരിക്കൽ ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുകയാണ്. മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ തലയ്ക്ക് വന്ന് നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളായിരിക്കുന്ന മത്തായിയും തോമാച്ചനും ഒക്കെ 2 സൈഡിൽ നിൽപ്പുണ്ട്. മറിയാമ്മ കാൽക്കൽ നിൽപ്പുണ്ട്. അപ്പോൾ ഈ മനുഷ്യനിങ്ങനെ മരിക്കാൻ കിടക്കും. അപ്പം ഭാര്യ പ്രിയപ്പെട്ട അയാളോട് പറഞ്ഞു, അങ്ങ് ശാന്തമായി മരിച്ചു, ഞങ്ങളെല്ലാം അങ്ങയുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അയാൾ ചോദിച്ചു, മത്തായി എന്തി, തോമാച്ചൻ എന്തി? മത്തായി തോമാച്ചൻ തലയ്ക്ക് നിൽക്കുന്നത്. മറിയാമ്മ എന്തി? മറിയാമ്മ കാൽക്ക് നിൽപ്പുണ്ട്. പിന്നെ കട ആരാ നോക്കുന്നത് നമ്മുടെ? അപ്പോൾ അയാൾ എടുത്ത വഴി ചോദിക്കുക, കട ആരാ നോക്കുന്നതെന്ന്. എന്താ കാര്യം എന്നറിയാവോ? ജീവിച്ചിരിക്കുമ്പോഴൊക്കെ ദൈവത്തോട് ബന്ധമില്ല, ലൗകിക കാര്യങ്ങളിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അവിടെ ഇപ്പോഴും ലൗകിക കാര്യങ്ങളില്ല. അദ്ദേഹത്തിൻ്റെ മരിക്കാൻ കിടക്കുമ്പോഴും എന്താ ചോദ്യം? കട ആര് നോക്കും? അപ്പം നമ്മൾ ദൈവികമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനകളും ആരാധനകളിലും കൂടി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും? ദൈവത്തിലുള്ള പ്രതീക്ഷയിലായിരിക്കും മരിക്കുന്നത്. അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ മരിച്ചവർ കർത്താവിൽ ആരാണ്? സജീവരാണ്. അതുകൊണ്ടല്ലേ നമുക്ക് ചില പാരമ്പര്യങ്ങളൊക്കെ ഉണ്ട് മരണസമയത്ത് ചെയ്യേണ്ടി. ഇന്ന് പക്ഷേ നമ്മുടെ ആൾക്കാർ അത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മരിക്കുന്ന സമയത്ത് ചെവിയോർമ്മ ചൊല്ലുക എന്നൊരു ഇഷ്ടമുണ്ട്. ചെവിയോർമ്മ ചൊല്ലുക. മരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആ മരിക്കാൻ കിടക്കുന്ന രോഗിയുടെ ചെവിയിലേക്ക് ചെന്നിട്ടൊരു പ്രാർത്ഥന ചൊല്ലണമെന്നാണ്. എന്ത് പ്രാർത്ഥന ചൊല്ലേണ്ടി? പിതാവിലും പുത്രനിലും പരിശുദ്ധ റൂഹായിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന അയാളെ കൊണ്ട് ചൊല്ലിപ്പിക്കണം. അയാളുടെ ചെവിയിലേക്ക് പറഞ്ഞു കൊടുക്കണം. അത് കേട്ടോണ്ട് വേണം മരിക്കാൻ. എന്നാ പിതൃപുത്ര പരിശുദ്ധ റൂഹായിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് മരിക്കണം. അങ്ങനെയുള്ളവർ എവിടാ ചെല്ലുന്നത്? ആ പിതൃപുത്ര പരിശുദ്ധയെ ആരാധിക്കുന്ന സമൂഹത്തിലേക്കാണ് ചെല്ലുന്നത്.
യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ അവസാന അധ്യായത്തിൽ ഈ സുവിശേഷം എഴുതിയിരിക്കുന്ന എന്തിനാണെന്ന് ഒരു വാക്യമുണ്ട്. സുവിശേഷം എഴുതിയിരിക്കുന്ന എന്തിനാ സുവിശേഷം എഴുതിയിരിക്കുന്നത്? ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത് ഇത് വായിക്കുന്നതിനും ഇത് വായിച്ചിട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് നിത്യജീവൻ പ്രാപിക്കേണ്ടതിനുമാണ്. അപ്പോൾ ആർക്കാണ് നിത്യജീവൻ കിട്ടുന്നത്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് നിത്യജീവൻ ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചെവിയോർമ്മയിലും എന്താ പറഞ്ഞു കൊടുക്കുന്നത്? പിതൃപുത്ര പരിശുദ്ധ റൂഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരു വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണത്തിൻ്റെ ഏറ്റവും വലിയ സത്ത എന്താണ്? പിതാവിലും പുത്രനും പരിശുദ്ധ റൂഹായിലും വിശ്വസിക്കുന്നു. പിതൃപുത്ര പരിശുദ്ധ റൂഹായിലുള്ള വിശ്വാസം ഏറ്റുകുറഞ്ഞുകൊണ്ട് മരിക്കുന്നതുകൊണ്ടാണ് ചെവിയോർമ്മ ചൊല്ലുക. അത് നമ്മൾ പലപ്പോഴും നമ്മുടെ ആരും ഇപ്പോൾ അത് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ മരിക്കാൻ തുടങ്ങുമ്പോൾ അത് കിഴക്കോട്ട് അഭിമുഖമായി കിടത്തണം, ചെവിയോർമ്മ ചൊല്ലിക്കൊള്ളണം. പിന്നെ കിഴക്കോട്ട് അഭിമുഖമായിട്ട് കിടക്കുമ്പം ഇടത്ത് കൈയിൽ മെഴുകുതിരിയും വലത്ത് കൈയിൽ കുരിശും കൊടുക്കണമെന്നാണ്. ഇടത്ത് കൈയിൽ മെഴുകുതിരി കൊടുക്കുന്നത് എന്താ? ബുദ്ധിമതിയായ സ്ത്രീകൾ എണ്ണ കരുതി യേശുവിന് മണവാളനെ സ്വീകരിക്കാൻ തയ്യാറായതുപോലെ വിളക്ക് കത്തിച്ചുകൊണ്ട് മണവാളനെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നതിൻ്റെ പ്രതീകമായിട്ടാണ്. കുരിശ് കൊടുക്കുന്നത് എന്തിനാണ്? രക്ഷയുടെ ആയുധമായ കുരിശും ധരിച്ചുകൊണ്ട് മണവാളനെ എതിരേൽക്കാൻ വരുന്നു. ഇത് നമ്മുടെ പക്കോമേസ് തിരുമേനി കാലം ചെയ്ത പക്കോമേസ് തിരുമേനി എഴുതിയിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. അത് നമ്മൾ ഒരു കയ്യിൽ കുരിശും വലത് കയ്യിൽ കുരിശും ഇടത് കയ്യിൽ മെഴുകുതിരിയും കൊടുത്ത് കിഴക്കോട്ട് അഭിമുഖമായി കിടത്തിയിട്ട് ചെവിയോർമ്മ ചൊല്ലിക്കൊടുക്കും. അങ്ങനെ എതിരേറ്റ് ആ സമയത്ത് അനുദപിച്ച് പിതൃപുത്ര പരിശുദ്ധനാമത്തിൽ വിശ്വാസമേറ്റു പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന ഒരു വിശ്വാസി സജീവമായി യേശുക്രിസ്തുവിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞില്ലേ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവന് മരിക്കാൻ സാധിക്കത്തില്ല. വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ഒരാൾ, വിശുദ്ധ കുർബാന എന്താണ്? വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അതിൻ്റെ പേരെന്താ? മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് എന്താണ്? മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ അനശ്വരതയുടെ മരുന്നാണ്. എന്നും ജീവിക്കാനുള്ള ഒരു മരുന്നാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന അനുഭവിച്ച് ഒരു മനുഷ്യന് എന്നും ജീവിക്കാം. കാരണം അത് എന്നും ജീവിക്കുവാനുള്ള ഒരു മരുന്നാണ്. ആ മരുന്ന് യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളെ ഭക്ഷിച്ച് പാനം ചെയ്ത് യേശുവിൽ വിശ്വസിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരാൾ കർത്താവിൽ സജീവനാണ്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വിശുദ്ധ കുർബാന ചൊല്ലുമ്പം എന്താ കിട്ടുന്നതെന്നറിയാവോ? വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ നിത്യമായ സന്തോഷങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും മുന്നാസ്വാദനം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഒരു വാങ്ങിപ്പോയ ഒരാൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന ചൊല്ലിയാൽ ഒരു മുന്നാസ്വാദനം, അതായത് അവിടെ ലഭിക്കാനുള്ള നിത്യമായ സന്തോഷങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും മുന്നാസ്വാദനം ലഭിക്കും. ഒരു സന്തോഷം കിട്ടും ആത്മാവിന് വിശുദ്ധ കുർബാന ചൊല്ലുമ്പം. അവർക്ക് വേണ്ടി കുർബാന ചൊല്ലുമ്പോൾ 2, അവസാന നാളിലെ ന്യായവിധി സംബന്ധിച്ചിട്ടുള്ള ഭയം ഇല്ലാതാകും. ഒരാത്മാവിന് വേണ്ടി വിശുദ്ധ കുർബാന ചൊല്ലിയാൽ അവസാന നാളിലെ ന്യായവിധിയെ പറ്റിയുള്ള ഭയം ഇല്ലാതെയാകും ആത്മാവിന്. ആത്മാവിന് ആശ്വാസം ലഭിക്കുന്നു. മരണത്തിന് ശേഷം ഒരു ആത്മീക വളർച്ച ഉണ്ടാകും. മരണത്തിന് ശേഷം ഒരു ആത്മീക വളർച്ച ഉണ്ടാകും. മരണത്തിന് ശേഷം ആത്മീക വളർച്ച ഉണ്ടാകും. നമുക്കറിയാം, ഏദന്റെ പറുദീസയിലാണ് ആദമിനെ ഹവ്വായെയും സൃഷ്ടിച്ചാക്കിയിരുന്നത്, അല്ലേ? ഏദമിൻ്റെ പറുദീസയിൽ എന്നും യഹോവയായ ദൈവം വരുമായിരുന്നു. ഇപ്പോൾ പറുദീസ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവം എന്നും ഉള്ള സ്ഥലം, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ് പറുദീസ. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമായ പറുദീസയിൽ പോലും എന്ത് സംഭവിച്ചു? തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു, ഇല്ലേ? അവിടെയാണ് ആദം ഹവ്വായും എന്ത് ചെയ്തത്? തെറ്റിപ്പോയത്. ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യമുള്ള പറുദീസയിൽ വെച്ചാണ് ആദം തെറ്റിപ്പോയത്. അപ്പോൾ ആത്മീക വളർച്ചയുടെ പാതയിലാണ്. അപ്പോൾ ആത്മീക വളർച്ചയുടെ പാതയിൽ എന്ത് സംഭവിക്കാം? വീഴ്ചകളുണ്ടാകും,
അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവരുടെ ആത്മീകമായ വളർച്ച കൂടുതൽ ദ്രുതഗതിയിലാക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വാങ്ങിപ്പോർക്ക് വേണ്ടി പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ വിശുദ്ധ കുർബാന വിശുദ്ധനായ മക്കോറിയോസ് എന്ന് പറയുന്ന പിതാവ് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധനായ മക്കാറിയോസ് എന്ന് പറയുന്ന പിതാവിൻ്റെ പറയുന്നത് ഇപ്രകാരമാണ്: ഒരാൾ വാങ്ങിപ്പോയി കഴിഞ്ഞാൽ 3-ാം ദിവസം അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അണയ്ക്കണമെന്നാണ്. എന്തിനാ 3-ാം ദിവസം വിശുദ്ധ കുർബാന അണയ്ക്കുന്നേ? 3-ാമത്തെ ദിവസമാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. അപ്പോൾ അതായത് ഒരു ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് വേർപെടും. ഈയിടെ പത്രത്തിൽ നമ്മൾ വായിച്ചായിരിക്കുമല്ലോ നിങ്ങൾ. ഈ അടുത്തിടെ പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. ഒരു വലിയ സ്റ്റഡി നടത്തി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം ഹൃദയത്തിൻ്റെ സ്തംഭനം ഇല്ലാതാകും, പക്ഷേ തലച്ചോറിന് കുറച്ചു നേരം കൂടെ പ്രവർത്തനശേഷി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ആത്മാവ് മനസ്സിലാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് മരിച്ച് തിരിച്ചു പെട്ടെന്ന് ചിലർ വരുന്നവരുണ്ട്. പത്രത്തിൽ അതാണ്, മരിച്ചതിന് ശേഷം കുറച്ചു നേരത്തേക്ക് മാറി നിന്നിട്ട് വീണ്ടും ആ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ജീവനുള്ളതായി. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം യഥാർത്ഥത്തിൽ വാങ്ങിപ്പോയി കഴിയുമ്പോൾ ആത്മാവ് അങ്ങ് മാറുകയാണ്, പക്ഷെ ആത്മാവ് ഉടനെ ഒന്നും അവിടെ നിന്ന് പോകത്തില്ല. ഒരു 3 ദിവസത്തേക്ക് ആത്മാവ് അവിടെ തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. 3-ാം ദിവസം മാത്രമേ ആത്മാവ് അവിടെ നിന്നും യാത്ര ആരംഭിക്കത്തുള്ളൂ. 3 ദിവസത്തേക്ക്, അതായത് ആത്മാവിനാണെങ്കിൽ പോലും ആ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകാൻ ഒരു മടിയാണ്. കാരണം ഇത്രയും നാളും തന്നെ വഹിച്ചിരുന്ന ആ ശരീരത്തെ വിട്ട് പെട്ടെന്ന് പോകാനൊരു മടിയാണ്. അതുകൊണ്ട് ആത്മാവ് അവിടെ തന്നെ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും ആത്മാവിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ആത്മാവിന് എവിടെ വേണമെങ്കിലും എപ്പം വേണമെങ്കിലും പോകാം. നമുക്കറിയാം, യേശുക്രിസ്തു ഉച്ചിതനായ യേശുക്രിസ്തു ഈ ശിഷ്യന്മാരുടെ അടുക്കൽ എങ്ങനെ വന്ന്? അടച്ചിട്ടിരിക്കുന്ന മുറിക്കകത്താണ് വന്നത്. അപ്പോൾ ആത്മാവിന് യാത്ര ചെയ്യാൻ പ്രത്യേക തടസ്സങ്ങളൊന്നുമില്ല. അടച്ചിട്ടിരിക്കുന്ന മുറിയൊന്നൊരു വിഷയമല്ല ആത്മാവിന് യാത്ര ചെയ്യുവാൻ തടസ്സങ്ങളില്ല. എവിടെ വേണേലും എപ്പം വേണേലും വരാം. അതുകൊണ്ടല്ലേ യേശുവിൻ്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. ഒരേ നിമിഷത്തിൽ തന്നെ പരിശുദ്ധന്മാർ, ഈ ലോകത്തിൽ വാങ്ങിപ്പോയിരിക്കുന്ന പരിശുദ്ധന്മാരുടെ സാന്നിധ്യം ഇതേ നിമിഷത്തിൽ തന്നെ ഈ ദേവാലയത്തിലുള്ളപ്പോൾ തന്നെ മറ്റെല്ലാ ദേവാലയത്തിലുമുണ്ട്. അതുകൊണ്ട് ആത്മാവിന് സ്ഥലകാല പരിമിതികളില്ല. അതിന് എവിടെ വേണമെങ്കിലും എപ്പം വേണമെങ്കിലും യാത്ര ചെയ്യാം, ഒരു തടസ്സങ്ങളില്ല. അപ്പോൾ ഈ ആത്മാവ് 3 ദിവസം വരെ ഇവിടെ ഇങ്ങനെ കടങ്ങും. അദ്ദേഹം പറയുന്നത് 9-ാമത്തെ ദിവസമാണ് ആത്മാവിനെ പറുദീസയുടെ ഭംഗിയും നരകത്തിൻ്റെ ഭീകരതയും കാണിക്കുന്നത്. അതുകൊണ്ടാണ് 9-ാം ദിവസം വാങ്ങിപ്പോയ ഒരാൾക്ക് വേണ്ടി 9-ാം ദിവസം വിശുദ്ധ കുർബാന ചൊല്ലണമെന്നാണ്. 3-ാം ദിവസം ചൊല്ലും, 9-ാം ദിവസം. 9-ാം ദിവസമാണ് പറുദീസയുടെ ഭംഗി കാണിക്കുന്നത്. അതുപോലെ തന്നെ നരകത്തിൻ്റെ ഭീകരത കാണിക്കും. അപ്പോൾ അന്ന് വിശുദ്ധ കുർബാന ചൊല്ലുമ്പം ഈ ആത്മാവിന് കരുണ കിട്ടി ആ നരകത്തിൻ്റെ ആ ഭീകരത കണ്ട് പേടിക്കാതിരിക്കണം. 40-ാം ദിവസം വിശുദ്ധ കുർബാനയിൽ 40-ാം ദിവസമാണ് ആത്മാവ് എവിടെയാണ് വസിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അതായത് അന്ത്യന്യായവിധി സമയം വരെ ആത്മാവ് വസിക്കേണ്ടിയ ഒരു സ്ഥാനം ആദ്യം കാണിച്ചു കൊടുക്കുന്നത് 40-ാം ദിവസമാണ്. അവിടെ 40-ാം ദിവസം വിശുദ്ധ കുർബാന അവർക്ക് വേണ്ടി നമ്മൾ ചൊല്ലും. അത് യേശുക്രിസ്തു, ഉത്ഥിതനായ യേശുക്രിസ്തു 40-ാം ദിവസമാണ് സ്വർഗാരോഹണം ചെയ്യുന്നത്. 40 ദിവസം ശിഷ്യന്മാരുടെയൊക്കെ അടുക്കൽ വന്ന് പ്രത്യക്ഷമായി. അപ്പോൾ 40-ാം ദിവസമാണ് പ്രത്യേകമായൊരു സ്ഥാനം കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ പറുദീസയുടെ അനുഭവം. അപ്പോൾ ഈ പറുദീസയുടെ അനുഭവത്തിലേക്കും അബ്രഹാമിൻ്റെ അടുക്കിലേക്കും പോകാനാണ് നമ്മുടെ പ്രാർത്ഥന, ഇല്ലേ? അബ്രഹാമിൻ്റെ മടിയിൽ ഞങ്ങളെ പാർപ്പിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അബ്രഹാമിൻ്റെ മടിയിൽ, അബ്രഹാമിൻ്റെ മടിയിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവിടെ മടി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പറയുന്നത് ഹൃദയമെന്നാണ്. അതായത് അബ്രഹാമിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുവാൻ, അതായത് അബ്രഹാമിന് ദൈവം കൊടുത്തിട്ടുള്ള ആ സ്വർഗീയ അനുഭവത്തിന് ഞങ്ങളെയും യോഗ്യരാക്കണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. ആ സ്വർഗീയ അനുഭവത്തിന് ഞങ്ങളെയും യോഗ്യരാക്കണമേ എന്നുള്ള എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പം വാങ്ങിപ്പോയവർ സജീവമായ ഒരവസ്ഥയിലാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 32-ാമത്തെ വാക്യം:
യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരു ഭൂതഗ്രസ്തനായ ഊമൻ വന്നു. യേശുക്രിസ്തു അവനെ സൗഖ്യമാക്കിയത് കണ്ടിട്ട് അവിടെ കൂടിയിരുന്നവരെ യേശുവിനെ പറ്റി എന്താ പറഞ്ഞു? ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസുബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ ചെയ്തു? യേശു പറഞ്ഞൊരു വാക്യമാണ്, അതോടെ പറഞ്ഞിട്ട് നിർത്താം. യേശു പറഞ്ഞ വാക്യമാണ്, ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അവനോട് ക്ഷമിക്കുകയില്ല. അപ്പോൾ ഈ ലോകത്തിൽ ക്ഷമിക്കുന്ന പാപങ്ങളുണ്ട്, ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ വരുവാനുള്ളതിൽ ക്ഷമിക്കുന്ന പാപമുണ്ടോ? പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം ഈ ലോകത്തിലും വരുവാനുള്ളതിലും ക്ഷമിക്കത്തില്ല. അപ്പം ഈ ലോകത്തിൽ ക്ഷമിക്കപ്പെടുന്ന പാപമുണ്ട്, വരുവാനുള്ളതിലും ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ക്ഷമിക്കപ്പെടുന്ന ചില പാപങ്ങളുണ്ട്. അതാ യേശു പറഞ്ഞത്, വരുവാനുള്ള ലോകത്തിൽ ക്ഷമിക്കുന്ന ചില പാപങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു തന്നത്, വാങ്ങിപ്പോയവർ സജീവമായൊരവസ്ഥയിലാണ്. വാങ്ങിപ്പോയിരിക്കുന്നവർ ഈ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ വാങ്ങിപ്പോയിരിക്കുന്നവർ യേശുവിനോടൊപ്പമാണ് വസിക്കുന്നത്. അവർക്ക് യേശുവിനോട് സംസാരിക്കാൻ കഴിയും, അവർക്ക് യേശുവിനെ കാണാൻ കഴിയും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. അവർ സജീവമായൊരവസ്ഥയിലേക്കാണ് മാറ്റപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വാങ്ങിപ്പോയവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഭയുടെ അംഗങ്ങളെന്ന നിലയിൽ പരസ്പരം പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അവിടെ ജീവനോടിരിക്കുന്നവരും വാങ്ങിപ്പോരും പരസ്പരം പ്രാർത്ഥിക്കുക എന്നുള്ളത് സഭയുടെ ഒരു കടമയാണ്. നമ്മുടെ വാങ്ങിപ്പോയവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.